بسم الله الرحمن الرحيم الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്ന എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അവർക്കാകുന്നു അള്ളാഹു മാർഗദർശനം നൽകിയിരിക്കുന്നത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. നിയ്യത്തുമായി ബന്ധപ്പെട്ട അധ്യായത്തിലെ അടുത്ത ഹദീസാണ്. വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ വിശദീകരിച്ചല്ലോ. ഒരു ഹദീസ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത് നേരത്തെ വന്നു. ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാത്തുർ റജുലി ഫീ ജമാഅത്തിൻ, ജമാഅത്തായുള്ള ഒരാളുടെ നമസ്കാരം. സ്വലാത്തുർ റജുലി, ഒരാളുടെ നമസ്കാരം, ഫീ ജമാഅത്തിൻ, സംഘമായുള്ള, തസീദു അലാ സ്വലാത്തിഹി, തസീദു അത് വർദ്ധിപ്പിക്കും, അലാ സ്വലാത്തിഹി ഫീ ബൈത്തിഹി, അവൻ്റെ വീട്ടിൽ വെച്ചുള്ള അവൻ്റെ നമസ്കാരത്തേക്കാൾ. സ്വലാത്തിഹി ഫി ബൈത്തിഹി, വീട്ടിൽ വെച്ചുള്ള അവൻ്റെ നമസ്കാരത്തേക്കാൾ. വ സ്വലാത്തിഹി ഫി സൂഖിഹി, സൂഖ് കട, മാർക്കറ്റ് എന്നൊക്കെയാണ് സൂഖ്. അങ്ങാടിയിൽ വെച്ചുള്ള, മാർക്കറ്റിൽ വെച്ചുള്ള നമസ്കാരത്തേക്കാളും വർദ്ധിക്കും. ബിദ്അൻ വ ഇശ്രീന ദറജ, 20 ചില്ലാനം പദവി, ഗ്രേഡ്, ദറജ. ബിദ്അ എന്ന് പറഞ്ഞാൽ ചില്ലാനം എന്ന് നമ്മൾ പറഞ്ഞു, അധികം എന്നുള്ളതിൻ്റെ 20 ബിദ്അൻ വ ഇശ്രീന ദറജ, 20 പദവി, ഗ്രേഡ്, ദറജ അതിന് വർദ്ധിക്കും. വദാലിക, അത്, അന്ന അഹദഹും, അവരിലൊരാൾ, ഇദാ തവദ്ദഅ, വുളു ചെയ്തു, ഫഅഹ്സനൽ വുദൂഅ, വുളു ഇഹ്സാൻ നടത്തി, വുളുവിൽ ഏറ്റവും നന്നായി വുളു ചെയ്തു നടത്തും, വുളുവിലുള്ള എല്ലാ നിബന്ധനകളും പാലിച്ച് വുളു ചെയ്തു. സുമ്മ അതൽ മസ്ജിദ്, എന്നിട്ടവൻ പള്ളിയിൽ വന്നു. ലാ യൻഹസുഹു ഇല്ല സ്വലാഹ്, നമസ്കാരമല്ലാതെ മറ്റൊന്നും അവൻ ഉദ്ദേശിക്കുന്നില്ല. ലാ യൻഹസുഹു ഐ ലാ യുരീദുന, അവൻ ഉദ്ദേശിക്കുന്നില്ല, ഇല്ല സ്വലാ, നമസ്കാരമല്ലാതെ. ഫലം, അങ്ങനെയാണെങ്കിൽ, ഫലം യഖ്തു ഖത്വതൻ, അവൻ ഒരു അടി വെക്കുന്നില്ല. ഖത്വത്ത് എന്ന് പറഞ്ഞാൽ അടി, സ്റ്റെപ്പ് എന്നൊക്കെ. ഫലം യഖ്തു ഖത്വതൻ, ഒരടി അവൻ വെക്കുന്നില്ല. ഇല്ലാ റുഫിഅ ലഹു ബിഹാ ദറജ, അതുകൊണ്ട് അവൻ്റെ ഒരു ഗ്രേഡ്, പദവി ഉയർത്തപ്പെട്ടിട്ടല്ലാതെ. വഹുത്ത അൻഹു ബിഹാ ഖതിഅ, അത് മുഖേന അവൻ്റെ ഒരു പാപം മായ്ച്ചു കളയപ്പെട്ടിട്ടല്ലാതെ. ഹുത്ത, ഇല്ലാതാക്കുക, മായ്ച്ചു കളയുക. വഹുത്ത അൻഹു ബിഹാ ഖതിഅ, ഒരു ഖതിഅത്ത്, ഒരു തെറ്റ് മായ്ച്ചു കളയപ്പെട്ടിട്ടല്ലാതെ. ഹത്താ യദ്ഖുലൽ മസ്ജിദ്, പള്ളിയിൽ പ്രവേശിക്കുന്നത് വരെ. ഫലം യഖ്തു ഖത്വതൻ ഇല്ലാ റുഫിഅ ലഹു ബിഹാ ദറജ വഹുത്ത അൻഹു ബിഹാ ഖതിഅ ഹത്താ യദ്ഖുലൽ മസ്ജിദ്, പള്ളിയിലേക്ക് കടക്കുന്നത് വരെ അവൻ വെക്കുന്ന ഓരോ സ്റ്റെപ്പ് കാരണമായി അവൻ്റെ ഒരു ഗ്രേഡ് വർദ്ധിക്കും, ഒരു പാപം മായ്ച്ചു കളയുകയും ചെയ്യും. അങ്ങനെ ഫഇദാ ദഖലൽ മസ്ജിദ്, അവൻ പള്ളിയിലേക്ക് കടന്നാൽ, കാന ഫിസ്സലാ, പിന്നെ അവൻ നമസ്കാരത്തിലായി.
പള്ളിയിലേക്ക് കടന്നാൽ തന്നെ അവൻ എന്തായി? ഫിസ്സല, നമസ്കാരത്തിലായി. മാ കാനത്തിസ്സലാത്തു ഹിയ തഹ്ബിസുഹു, നമസ്കാരം അവനെ തടഞ്ഞു വെക്കുന്ന സമയത്തോളം. മാ കാനത്തിസ്സലാത്തു, നമസ്കാരം ആകുന്ന സമയത്തോളം, ഹിയ അതാണ്, തഹ്ബിസുഹു അവനെ തടഞ്ഞു വെക്കും. പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകാതിരിക്കാനുള്ള കാരണം നമസ്കാരമാണ്. നമസ്കാരം അവനെ തടഞ്ഞു വെക്കുന്ന സമയത്തോളം അവൻ എവിടെയാണ്? നമസ്കാരത്തിലാണ്. മാത്രമല്ല വൽ മലായികത്തു, മലക്കുകൾ, യുസല്ലൂന അലാ അഹദിക്കും, നിങ്ങളിൽ ഓരോരുത്തർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. സല്ല, പ്രാർത്ഥിച്ചു. യുസല്ലൂന അലാ അഹദിക്കും, നിങ്ങളിൽ ഓരോരുത്തർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. മാദാമ ഫീ മജ്ലിസിഹി, അവൻ ആ മജ്ലിസിലാകുന്ന സമയത്തോളം. മജ്ലിസ് എന്നാണ് ഇരിക്കണ സ്ഥലം. മജ്ലിസ്, മാദാമ ഫീ മജ്ലിസിഹി, അവൻ്റെ മജ്ലിസിൽ അഥവാ ഇരിക്കുന്ന സ്ഥലത്ത്, നിസ്കരിച്ചിരിക്കുന്ന സ്ഥലത്താകുന്നോളം സമയം. അല്ലദീ സല്ലാഫിഹി, അവൻ നമസ്കരിച്ച ആ മജ്ലിസിൽ, നമസ്കരിച്ച ആ സ്ഥലത്ത് അവൻ ഇരിക്കുന്ന സമയത്തോളം. വൽ മലായികത്തു യുസല്ലൂൻ, മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. യഖൂലൂൻ, അവർ പറയുന്നു, അവർ എന്ന് പറഞ്ഞ മലക്കുകളാണ്. അവർ പറയുന്നു, അല്ലാഹുമ്മ റഹംഹു, അല്ലാഹുവേ അവനോട് നീ കരുണ കാണിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുവേ അവന് നീ പുറത്തു കൊടുക്കണമേ. അല്ലാഹുമ്മ തുബ് അലൈഹി, അല്ലാഹുവേ അവൻ്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണമേ. താബ തുബ് അലൈഹി, അവൻ്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണമേ. ഈ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കും. മാലം യുഅ്ദി ഫീഹി, അവൻ അവിടെ ആരെയും ഉപദ്രവിക്കാത്ത സമയത്തോളം. അതാ യുഅ്ദി, മാലം യുഅ്ദി ഫീഹി, അവൻ അവിടെ ആരെയും ഉപദ്രവിക്കാത്ത സമയത്തോളം. മാലം യുഹ്ദിസ് ഫീഹി, അവൻ്റെ വുളു നഷ്ടപ്പെടാത്ത സമയത്തോളം. ഹദസ് ഉണ്ടാവുക, ഹദസ് എന്ന് പറഞ്ഞാൽ വുളു നഷ്ടപ്പെടുന്നതിന്, അഴുക്കാവുക എന്നാണ് ഭാഷയിലുള്ളത്. മാലം യുഹ്ദിസ് ഫീഹി, അവൻ അഴുക്കാകാത്ത സമയത്തോളം. പള്ളിയിൽ അഴുക്കാകുക എന്ന് പറഞ്ഞാൽ വുളു നഷ്ടപ്പെടും. മാലം യുഹ്ദിസ് ഫീഹി. മുത്തഫഖുൻ അലൈഹി, ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്, ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തതാണ്. വഹാദാ, ഇത് ഇപ്പോൾ നാം വായിച്ച ഈ വരികൾ ലഫ്ളു മുസ്ലിം, മുസ്ലിമിൻ്റെ വരികളാണ്. നമ്മുടെ വിഷയം നമസ്കാരമല്ല, അതറിയാലോ എല്ലാവർക്കും. നമ്മുടെ അധ്യായം എന്താ? ഇഖ്ലാസും നിയ്യത്താണ്, നമസ്കാരമല്ല. പക്ഷേ ഈ ബാബിൽ, ഈ അധ്യായത്തിൽ ഈ ഹദീസ് എന്തുകൊണ്ട് പറഞ്ഞു? അതാണ് നമ്മൾ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നിയ്യത്ത് നന്നാക്കുന്ന അധ്യായത്തിൽ എന്തുകൊണ്ട് ഈ ഹദീസ് പറഞ്ഞു എന്നാണ്. എന്താണ് ഹദീസിലെ വിഷയം? ഷെയ്ഖ് മുഹമ്മദ് സാലിം അൽ ഉസൈമീൻ പറയുന്നു, ഇദാ സല്ലൽ ഇൻസാനു ഫിൽ മസ്ജിദി മഅൽ ജമാഅ, ഒരാൾ പള്ളിയിൽ വെച്ച് ജമാഅത്തോടുകൂടി നമസ്കരിച്ചാൽ, കാനത്ത് ഹാദിഹി സ്വലാ, ഈ നമസ്കാരമാണ്, അഫ്ദലു മിനസ് സ്വലാത്തി ഫീ ബൈത്തിഹി ഔ ഫീ സൂഖിഹി, അവൻ്റെ വീട്ടിൽ വെച്ചോ മാർക്കറ്റിൽ വെച്ചോ നമസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. 27 മറ, 27 തവണ. ഹദീസിൽ പറഞ്ഞ എന്താ? ഹദീസ് കണ്ടില്ല നിങ്ങൾ? എന്താ? ബിദ്അൻ വ 20. ബിദ്അ എന്ന് പറഞ്ഞാൽ 5-ൽ കൂടിയതും 10-ൽ കുറഞ്ഞതുമാണ്. എന്ത്? ബിദ്അ. 5-ൽ കൂടിയതും 10-ൽ കുറഞ്ഞതിനുമാണ് ബിദ്അ എന്ന് പറയുന്നത്. അൽ ഈമാനു അവിടെ പറയുന്നുണ്ടല്ലോ, ബിദ്ഉൻ വ 70 ശുഅബ, 70-ൽ ചില്ലാനം. ബിദ്അ എന്ന് പറഞ്ഞാൽ ഒരാശയം അതാണ്, 5-ൽ കൂടിയതും 10-ൽ കുറഞ്ഞതുമാണ്. മറ്റൊരാശയം, നമ്മൾ സാധാരണ മലയാള ഭാഷയിൽ ചില്ലാനം എന്ന് പറഞ്ഞാൽ എത്രയാണോ എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് ബിദ്അ. ആണ് രണ്ടാമത്തെ ആശയം. മൂന്നാമത്തെ ആശയം ബിദ്അ എന്ന് പറഞ്ഞാൽ കൃത്യമായ എണ്ണം കണക്കാക്കാൻ പറ്റില്ല, എത്രയോ ആകാം,
അതിനെന്ത് പറയും? ബിദ്അ എന്ന് പറയുമെന്ന്. ഏതായാലും ഇവിടെ മുത്തഫഖുൻ അലൈഹിയായി ഹദീസിലെ വാചകം മിദാൻ വശരീന ദറജ എന്നാണ്. വേറെ ഒരുപാട് ഹദീസുകളിൽ കൃത്യമായി 27 തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി 27 മറ എന്ന് പ്രത്യേകം വിശദീകരിച്ചു. 27 തവണ നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം. 27 തവണ എന്നല്ല പറഞ്ഞ്, അതിനേക്കാൾ എന്താണ് അഫ്ദൽ. അപ്പോൾ അത് എത്രയാണോ പറയാൻ കഴിയില്ല, എത്രയെന്ന് പറയാൻ കഴിയില്ല. ഓരോരുത്തരുടെയും നമസ്കാരത്തിൻ്റെ ശക്തി അനുസരിച്ചായിരിക്കും. ചുരുങ്ങിയതാണ് ഈ പറഞ്ഞത് 27, പിന്നെ കയ്യിലത് കൂടുതലാണ്. ജമാഅത്തായ നമസ്കാരത്തിൻ്റെ പ്രത്യേകത ലി അന്ന സ്വലാത്ത മഅൽ ജമാ, കാരണം ജമാഅത്തോടു കൂടിയുള്ള നമസ്കാരം ഖിയാമുൻ ബിമാ ഔജബല്ലാഹു മിൻ സലാത്തിൽ ജമാ, ജമാഅത്ത് നമസ്കാരം അള്ളാഹു നിർബന്ധമാക്കിയത്, നമസ്കാരം അള്ളാഹു നിർബന്ധമാക്കിയത് തന്നെ എന്താണ്? ജമാഅത്ത് നമസ്കാരമായിട്ടാണ്. അതുകൊണ്ടാണ് നമസ്കാരത്തെക്കുറിച്ചുള്ള ആഹ്വാനങ്ങളൊക്കെ അഖീമുസ്സലാ, അഖീമൂ എന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഖുർആൻ ഓതുമ്പോൾ മീമ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വാവുണ്ട്, പിന്നെ ഒരു അലിഫുണ്ട്. ആ വാവിന് അറബി ഭാഷയിൽ പറയുക വാവുൽ ജമാഅത്ത് എന്നാണ്. ഒരു കൂട്ടം ജമാഅത്തിൻ്റെ വാവ്, ഒരു കൂട്ടം ആളുകളെ കുറിക്കാനുള്ള വാവാണ്. അഖീമൂ അസ്സലാന്ന, അഖീമൂ അസ്സലാ. അപ്പം അതിൻ്റെ രീതി തന്നെ എന്താണ്? ജമാഅത്തായിട്ടാണ് ഒന്ന്. രണ്ടാമത്തേത് ജമാഅത്തായിട്ട് നമസ്കരിച്ചാൽ അതിന് 27 അധികം എന്തുണ്ട്? പ്രതിഫലവും ഉണ്ട്. ഇനി ഷെയ്ഖ് പറയുകയാണ്, ഫഇന്നൽ ഖൗല റാജിഹ മിൻ അഖ്വാലി അഹ്ലിൽ ഇൽം, പണ്ഡിതന്മാരുടെ വാക്കുകളിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം അന്ന സലാത്തൽ ജമാഅത്തി ഫർളു ഐനുൻ, സലാത്തുൽ ജമാഅത്ത് ഫർള് ഐനാണ് എന്നാണ്. ജമാഅത്ത് നമസ്കാരം അതാണ് സലാത്തുൽ ജമാഅത്ത്. ഫർളു ഐൻ എന്ന് പറഞ്ഞാൽ എന്താ? 2 ഫർളുകളുണ്ട്. ഒന്ന് ഫർളു ഐനും മറ്റേത് ഫർളു, അറിയാലോ എല്ലാവർക്കും. കിഫായി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ ചെയ്താൽ മതി. ഉദാഹരണമാണ് മയ്യത്ത് നിസ്കാരം. ആരെങ്കിലുമൊക്കെ നിർവഹിക്കണം, ഇല്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും. ഒരാൾ മരിച്ചിട്ടേ ആരും നിസ്കരിക്കാതിരുന്നാൽ എല്ലാവരും കുറ്റക്കാരൻ. ആരെങ്കിലും കുറച്ച് ആൾക്കാർ നിസ്കരിച്ചാൽ എല്ലാവരും രക്ഷപ്പെടും. അതാണ് കിഫായി. ഐൻ എന്ന് പറഞ്ഞാലോ നിർണിതമാണ്, കൃത്യമാണ്, ഓരോരുത്തരും ചെയ്യണം, ആരും ഒഴിവാവില്ല. സമൂഹം ചെയ്തു എന്ന് വിചാരിച്ച ഒരാൾ എന്താവില്ല, ഒഴിവാവില്ല. അപ്പോൾ ജമാഅത്ത് നമസ്കാരം എന്നുള്ളത് ഫർളു ഐനാണ് എന്നാണ് ഏറ്റവും പ്രബലമായ പണ്ഡിത മതം. ഒരുപാട് അഭിപ്രായം ഉണ്ടായില്ല. ഫർളു ഐനല്ല എന്ന അഭിപ്രായമുള്ളവരുണ്ട്, നിസ്കരിച്ചാലും മതി അഭിപ്രായമുള്ളവരുണ്ട്. പക്ഷേ ഏറ്റവും പ്രബലമായ അഭിപ്രായവും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഒക്കെ മനസ്സിലാകുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സലഫുകളുടെയും രീതിയും എന്താണ്? ജമാഅത്താണ്. അല്ലാത്ത നിസ്കാരം അവർക്ക് പരിചയമില്ല. വഅന്നഹു യജിബു അലൽ ഇൻസാനി അൻ യുസല്ലി മഅൽ ജമാഅത്തി ഫിൽ മസ്ജിദിലെ അഹാദീഥ വറദത് ഫീ ദാലിക്, കാരണങ്ങളൊന്നുമില്ലെങ്കിൽ മനുഷ്യൻ ജമാഅത്തായി പള്ളിയിൽ വെച്ച് തന്നെ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. ആ വിഷയത്തിൽ വന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ അതാണ് നമുക്ക് ബോധ്യമാകുന്നത്. ഹദീസായാലും ജമാഅത്ത് ഒഴിവാക്കിയിട്ട് നിസ്കാരമല്ല, ഖുർആനായാലും അങ്ങനെയാണ്. എന്നിട്ട് ഷെയ്ഖ് ഉദ്ധരിക്കുന്നത് സൂറത്തു നിസായിലെ 102 ആയത്താണ്. സൂറത്തു നിസായിലെ 102 ആയത്ത്. അത് വഇദാ കുൻത ഫീഹിം ഫഅഖംത ലഹുമുസ്സലാ ഫൽതഖും ത്വായിഫത്തും മിൻഹും മഅക് എന്ന് പറഞ്ഞ ആയത്ത്. എന്താണ്? സലാത്തുൽ ഖൗഫാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. യുദ്ധം നടക്കുന്ന സമയത്തുള്ള നമസ്കാരം. യുദ്ധം നടക്കുന്ന സമയത്ത് പോലും എന്താ ഖുർആന്റെ പ്രയോഗം? വഇദാ കുൻത ഫീഹിം, നീ അവരുടെ കൂടെ ഉള്ളപ്പോൾ, ഫഅഖംത ലഹുമുസ്സലാ, എന്നിട്ട് അവർക്ക് വേണ്ടി നമസ്കാരം നീ നടത്തുക. നീ എന്ന് പറഞ്ഞാൽ റസൂലാണ്. ഫൽതഖും ത്വായിഫത്തും മിൻഹും മഅക്, അവരിൽ നിന്ന് ഒരു വിഭാഗം അപ്പോൾ നിന്റെ കൂടെ നമസ്കരിക്കട്ടെ. സലാത്തുൽ ഖൗഫ് എന്ന് പറഞ്ഞ നമസ്കാരമുണ്ട്. എന്താണ്? യുദ്ധം നടക്കുന്ന സമയമാണ്, ഭയങ്കരമായ യുദ്ധം. ഇന്നത്തെ മാതിരിയല്ലല്ലോ. അന്നത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ നേർക്കുനേരെയാണ്, ഈ അടർക്കളത്തിലാണ് യുദ്ധം. അപ്പോൾ റസൂലുള്ളാഹിനെ പഠിപ്പിക്കുകയാണ്, ആ സമയത്ത് പോലും ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെടുത്തരുത്. നീ എന്ത് ചെയ്യണം? നീ അവർക്ക് വേണ്ടി ഇമാമായി നിസ്കരിക്കണം. നിന്റെ ടീമിനെ, യുദ്ധ പോരാളികളെ 2 ആക്കണം. എന്നിട്ട് ഒരു ടീം നിന്റെ കൂടെ എന്ത് ചെയ്യണം?
നമസ്കരിക്കണം. എന്നിട്ട് നീ അടുത്ത ടീം വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അവരെന്ത് ചെയ്യണം? ഇപ്പോൾ 2 റക്അത്താണല്ലോ നിസ്കരിക്കേണ്ടുള്ളൂ. 2 റക്അത്ത് അവർ, 1 റക്അത്ത് നിൻ്റെ കൂടെ നിസ്കരിക്കണം. ബാക്കി 1 റക്അത്ത് അവർ സ്വയം പൂർത്തിയാക്കി അവർ സലാം വീട്ടി പോകണം. എന്നിട്ട് 2ാമത്തെ ടീം വന്ന് ജോയിൻ ചെയ്യുന്നത് വരെ നീ എന്താക്കണം? 2ാമത്തെ റക്അത്തിൽ നീ ഖിയാമിൽ നിൽക്കണം. എന്നിട്ട് അവർക്ക് നിൻ്റെ കൂടെ നമസ്കരിക്കണം. എന്നിട്ട് എന്താക്കണം? സലാം വീട്ടണം. ആലോചിച്ച് നോക്കൂ, യുദ്ധസമയത്ത് പോലും ജമാഅത്ത് എന്തല്ല ഒഴിവാക്കാൻ പറ്റും. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഫർള് ഐനാണ് എന്നാണ്. അതുകൊണ്ടാണ് അത്രയും യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് പോലും അങ്ങനെ നിസ്കരിക്കണം എന്ന് പഠിപ്പിച്ചത്. ഒരു വലിയ വിഷയമാണ്, ഗൗരവമുള്ള വിഷയം. ഫഔജബല്ലാഹുൽ ജമാഅത ഫി ഹാലിൽ ഖൗഫ്, ഖൗഫിൻ്റെ ഹാലിൽ പോലും അള്ളാഹു ജമാഅത്തിനെ നിർബന്ധമാക്കി, ഭയമുള്ള അവസ്ഥയിൽ പോലും. ഫഇദാ ഔജബഹാ ഫി ഹാലിൽ ഖൗഫ്, ഭയമുള്ള സമയത്ത് അത് നിർബന്ധമാണെങ്കിൽ ഫഫി ഹാലിൽ അംനി മിൻ ബാബി ഔലാ വ അഹ്റാ, നിർഭയത്വമുള്ള സമയത്ത്, ഭയമില്ലാത്ത സമയത്ത് അതെന്തായാലും എന്താണ്? നിർബന്ധം. അപ്പോൾ ഒരു എക്സ്ക്യൂസും ആ വിഷയത്തിലില്ല എന്നർത്ഥം. നമുക്കൊരു എക്സ്ക്യൂസും പറയാൻ, എൻ്റെ കച്ചവടം അവിടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇന്നത് പ്രശ്നമാണ്, അത് പ്രശ്നമാണ്, ഇത് എന്ന് പറയാൻ എന്തില്ല? എക്സ്ക്യൂസ് ഇല്ല. നമസ്കാരം എന്തായിരിക്കണം? ജമാഅത്തായിരിക്കണം. ഒറ്റക്ക് നിസ്കാരമല്ല, ജമാഅത്തായിട്ടായിരിക്കണം എന്ത്? നമസ്കാരം. മനസ്സിലായല്ലോ? അതാണ് ഇതിലെ 1ാമത്തെ വിഷയം. എന്നിട്ട് ആ നമസ്കാരത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശദീകരിക്കുകയാണ്. എന്ത്? ഒരു മനുഷ്യൻ ബി അന്ന റജുല ഇദാ തവല്ലഅ ഫീ ബൈതിഹി, വീട്ടിൽ വെച്ച് വുളൂ ചെയ്തു. ഫഅസ്ബഗൽ വുളൂഅ അല്ലെങ്കിൽ ഫഅഹ്സനൽ വുളൂഅ, ഹദീസിലുള്ള പ്രയോഗം അഹ്സന. വീട്ടിൽ വെച്ച് വുളൂ ചെയ്തു. അവൻ ശ്രദ്ധിച്ചോളി, വുളൂ ചെയ്യേണ്ടത് എവിടെ വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എപ്പോഴും. ഹദീസുകളിൽ മുഴുവൻ അങ്ങനെ കാണുന്നു. ഇപ്പം നമ്മൾ പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ കയറി വരുമ്പോൾ തിരക്കായതാണെങ്കിൽ പള്ളിയിൽ നിന്ന് നമ്മൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? വീട്ടിൽ നിന്ന് തന്നെ വുളൂ ചെയ്യും. എപ്പോഴും ശ്രദ്ധിക്കണം. അതാണ് അതിലെ സുന്നത്ത്. അപ്പുറത്ത് കയറി ചെല്ലുമ്പം അത് വേറെ വിഷയം. അതിനായിട്ട് പോകുമ്പോൾ അതിനുള്ള പ്രതിഫലമാട്ടോ ഈ പറയാൻ പോണത്. ഫഅഹ്സനൽ വുദൂഅ, എന്നിട്ട് വുദൂഇൽ ഇഹ്സാൻ നടത്തി. ഒരു കാര്യത്തിൽ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥക്കാണ് എന്ത് പറയാ? ഇഹ്സാൻ. ഒരുപാട് സ്ഥലത്ത് അഹ്സിൻ എന്നുള്ള പദം ഹദീസിൽ കാണാം, ഒരുപാട് സ്ഥലത്തുണ്ട്. ആ അറക്കുന്നിടത്ത് പറഞ്ഞു നിങ്ങൾ അഹ്സിൻ ഫിദ്ദബഹ്, അറക്കുമ്പോൾ നിങ്ങൾ ഇഹ്സാൻ കാണിക്കണം എന്ന് വെച്ചാൽ എന്താ? സാഹിബ് ചോദിച്ചു, എന്താ ഈ അറക്കണോടുത്ത റസൂൽ എന്താ ഇഹ്സാൻ? പറയും നല്ല മൂർച്ചുള്ള കത്തിയണം, പെട്ടെന്ന് ഇറക്കണം. അപ്പം എന്താ വെച്ചാൽ ഒരു വിഷയത്തിലെ ഏറ്റവും നല്ലത് എന്താണോ അതാണ് എന്ത്? ഇഹ്സാൻ. അതുകൊണ്ടാണ് ഈമാൻ കഴിഞ്ഞാൽ അടുത്ത ദറജയായി എന്ത് പറഞ്ഞു? ഇഹ്സാൻ പറഞ്ഞു. ഇസ്ലാം, ഈമാൻ, പിന്നെന്താണ്? ഈമാനേക്കാൾ മുന്തിയതാണെന്ത്? ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണെന്ത്? ഇഹ്സാൻ. ഇഹ്സാൻ. എല്ലാവരും പരീക്ഷിക്കുന്നത് മുസ്ലിമാണോ നോക്കാനല്ല. നമ്മൾ അല്ലാഹു പരിശോധിക്കുക മുസ്ലിമാണോ നോക്കാനല്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. മുഅ്മിനാണോ നോക്കാനുമല്ല. എന്ത് നോക്കാനാ? അതാണ് ഇഹ്സാൻ. മുഹ്സിനാണോ നോക്കാനാ അല്ലാഹു പരീക്ഷിക്കുക. എന്താ ഞാൻ മുസ്ലിം അല്ലേ? മുസ്ലിമായിരിക്കും, പക്ഷെ അള്ളാഹിൻ്റെ പരിശോധന നിങ്ങൾക്ക് ഏറ്റവും വലിയ ഗ്രേഡ് തരാൻ അള്ളാഹ്ക്ക് ആഗ്രഹം. ഏറ്റവും വലിയ ഗ്രേഡ് തരണമെങ്കിൽ നിങ്ങൾ ആരാകണം? നമ്മൾ ആരാകണം? മുഹ്സിനാകണം. അപ്പോൾ അള്ളാഹിൻ്റെ പരിശോധന മുഴുവൻ അതായിരിക്കും നമ്മളോട്. നമ്മൾ ഈ ഖുർആൻ ക്ലാസ്സും ഹദീസ് കേൾക്കുന്നവരോടും ജമാഅത്ത് നിസ്കാരത്തിന് പോകുന്നവരോടും ഒക്കെ ഉള്ള അള്ളാഹിൻ്റെ പരിശോധന ഇഹ്സാൻ ഉണ്ടോ എന്നായിരിക്കും. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ? അൻ തഅബ്ദുദ റബ്ബക കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അള്ളാഹിനെ നമ്മൾ ഇബാദത്ത് ചെയ്യണം. എങ്ങനെ? അൻ തഅബ്ദുദ റബ്ബക കഅന്നക തറാഹ്, നിന്റെ മുമ്പിൽ അല്ലാഹ് ഉണ്ട് എന്ന രൂപത്തിൽ. അള്ളാഹുവിനെ നീ കാണുന്നു. കാണുന്നുണ്ടോ അള്ളാഹിനെ? ഇല്ല. ഫഇൻ ലം തകുൻ തറാ, നീ കാണുന്നില്ലെങ്കിൽ പോലും ഫഇന്നഹു യറാക്, അവൻ നിങ്ങളെ. അപ്പം എന്താ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവുമായുള്ള സദാസമയവുമുള്ള ബന്ധമാണ് എന്ത്? ഇഹ്സാൻ. ഒരിക്കലും വിച്ഛേദിക്കാത്ത, ഞാൻ എവിടെയാലും അള്ളാഹു എൻ്റെ കൂടെയുണ്ട് എന്ന ആ ബന്ധം, എന്നെ വീക്ഷിക്കുന്നുണ്ട് എന്ന ബന്ധം, അത് മാത്രമേ നമ്മളെ രക്ഷപ്പെടുത്തുള്ളൂ. അതുകൊണ്ടാണ് പ്രവാചകന്മാരൊക്കെ അള്ളാഹ് പരിശോധിച്ചത് ഇഹ്സാൻ്റെ വിഷയത്തിലാണ്, ഈമാൻ്റെ വിഷയത്തിലല്ല.
പ്രവാചകന്മാരെ ഈമാൻ്റെ വിഷയത്തിൽ പരിശോധിക്കേണ്ടതില്ല. കാരണം നുബുവത്ത് തന്നെ ഈമാൻ്റെ അടയാളമാണ്. നുബുവത്ത് തന്നെ ഈമാൻ്റെ അടയാളമാണ്. തെർബിയത്ത് നുബുവത്ത് എന്ന് പറഞ്ഞാൽ ഈമാനിക തെർബിയത്താണെന്ത്? നുബുവത്ത്. അപ്പോൾ ഈമാനുണ്ട്, പിന്നെ പരിശോധന ഇഹ്സാന. അതുകൊണ്ട് പരിശോധന കഴിഞ്ഞിട്ടൊക്കെ പറയാ ഇന്നഹു കാന മിനൽ മുഹ്സിനീൻ. ശരിയല്ലേ? കാന മിനൽ. അപ്പം അതാണ്. അപ്പോൾ നമ്മൾ വുളു ചെയ്യുമ്പോഴും എന്താ വുളു ചെയ്യലില്ല ഇഹ്സാൻ? അഹ്സനുൽ വുളു എന്ന് പറഞ്ഞാൽ എന്താ? ഫിഖ്ഹിൽ നമ്മൾ വുളു ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഷർത്തും ഫർളും എല്ലാവർക്കും അറിയാലോ. അതിൻ്റെ ഒരു ഭാഗമാണ്, ഇഹ്സാൻ്റെ ഒരു ഭാഗം മാത്രമാണ്, ചെറിയ ഭാഗമാണ്. മനസ്സിലായില്ലേ? നമ്മൾ കുപ്പിളിക്കേണ്ട വിധം കുപ്പിളിച്ചു, കഴുകേണ്ട വിധം കഴുകി, മുഖം തടവേണ്ട വിധം തടവി, ഒക്കെ ഇഹ്സാൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് മാത്രം ഇഹ്സാനാവില്ല. നല്ല രൂപത്തിൽ ഫിഖ്ഹിൽ പറഞ്ഞ മാതിരി നമ്മൾ വുളു ചെയ്ത് നിൽക്കുക. എന്നാലും ആ വുളു നമ്മളെ മനസ്സിന് തട്ടണം. അപ്പോഴാണ് എന്താകുക? അതാണ് ഇഹ്സാനുൽ വുളു. ആ വുളു ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ അവയവങ്ങളും കഴുകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണം, ഈ അവയവമൊക്കെ ഞാൻ ഇപ്പോൾ കൈ കഴുകുമ്പോൾ കൈ കൊണ്ട് ഞാൻ ഇന്ന് ചെയ്ത എല്ലാ പാപങ്ങളും ഈ വുളുവിൻ്റെ വെള്ളത്തിലൂടെ ഒലിച്ചു പോയിരിക്കുന്നു. പിന്നെ സംശയമാകാൻ പാടില്ലേ? പോയി. ഇഹ്സാൻ അതാണ് ഇഹ്സാൻ. 3, വുളു ചെയ്യുമ്പോൾ നമുക്ക് തോന്നണം ഞാൻ ഏറ്റവും വലിയ രാജാവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഏറ്റവും വലിയ രാജാവ്. ചെറിയ ആൾക്കാരത്ത് ചെറിയ ഇൻ്റർവ്യൂവിന് പോകാൻ തന്നെ നമ്മൾ എങ്ങനെയൊക്കെ റെഡിയാവും എന്ന് ആലോചിച്ച് നോക്കൂ. ഇത് വലിയ ഇൻ്റർവ്യൂവിന് പോവുക, അവിടെ ചെന്ന് നിൽക്കുക, എന്നിട്ട് റിക്വസ്റ്റ് നടത്തുക. അപ്പോൾ നമ്മുടെ ഏറ്റവും നല്ല തയ്യാറെടുപ്പാണ്. അതിനുള്ള തയ്യാറെടുപ്പാണ് എന്ത്? അതിനാണ് ഇതൊക്കെ കഴുകണത് ചളി പോകാനല്ല. മനസ്സിലല്ലേ? ചളി പോകാനാണെങ്കിൽ കീഴ്വായു പോയാലും ഒട്ടകത്തിൻ്റെ മാംസം തിന്നാലും ഒന്നും എന്താക്കണ്ട, വുളു ചെയ്യണ്ട. ചളിയും വുളുവായിട്ട് ബന്ധമില്ല. വുളുവിൻ്റെ ആത്മാവ് യഥാർത്ഥത്തിൽ പാപങ്ങൾ കഴുകിക്കളയുന്നു എന്നത്. അതിനാണ് വുളു. അതുകൊണ്ടാണ് വുളു ഒരു കർമ്മമാണ്, വുളു ഒരു സൽക്കർമ്മമാണ്, വുളു ഒരു ഇബാദത്താണ്. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ വുളു ചെയ്ത ഉടൻ 2 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞത്. അതിനെ ഇബാദത്തുമായിട്ട് ബന്ധപ്പെടുത്തി. അത് വല്ലാത്ത നിസ്കാരമാണ്. വെറുതെ നിങ്ങൾ വുളു ചെയ്തു നിൽക്കുക, അപ്പോൾ 2 റക്അത്ത് നിസ്കരിക്കണം. ഒരു വല്ലാത്ത നിസ്കാരമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സ്വർഗത്തിൽ കാണാനുള്ള കാരണം റസൂലുള്ളാഹി ചോദിച്ചല്ലോ. എന്താ? ചെരുപ്പിൻ്റെ കാലടി സ്വർഗത്തിൽ. ആലോചിച്ച് നോക്കൂ, അത്ര ഗൗരവമുള്ള. അപ്പോൾ വുളു എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ബാഹ്യമായി ശുദ്ധീകരിക്കാനേ അല്ല. എന്ത് വുളു? അത് ആന്തരികമായ ശുദ്ധീകരണം. അതാണ് ഇഹ്സാൻ. അപ്പം നമുക്ക് വുളു ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മൾ പ്രിപ്പയറായി, ഒക്കെ വൃത്തിയായി, മനസ്സ് വുളു ചെയ്യുന്നതോടുകൂടി അള്ളാഹുവിലേക്ക് എത്തും. സലഫുകളുടെ ജീവിതം വായിച്ചാൽ ഭയങ്കര രസമാണ്. വുളു ചെയ്യുമ്പോൾ തന്നെ കരയാൻ തുടങ്ങും. എന്താണ് ഇനി ചെയ്യാൻ പോണതെന്നുള്ളത്, എവിടേക്കാണ് ഞാൻ പോണതെന്നുള്ളത്, അതൊക്കെയാണ് വുളു. നമ്മൾ വളരെ അശ്രദ്ധ വുളു ചെയ്യുമ്പോൾ. അശ്രദ്ധമാണ് പലപ്പോഴും വുളു ചെയ്യും. ഒരിക്കലും പാടില്ല. പരിപൂർണ ശ്രദ്ധയോടുകൂടിയിരിക്കണം. ഫഅഹ്സനൽ വുളു. അപ്പം അങ്ങനെ വുളു ചെയ്തു. എന്നിട്ട് സുമ്മ ഖറജ മിൻ ബൈതിഹി ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് പോവുകയാണ്. സുമ്മ അത്തൽ മസ്ജിദാണ് അവിടെ, ബുഖാരി റിപ്പോർട്ടിലാണ് ഞാൻ വായിച്ചത്. സുമ്മ അത്തൽ മസ്ജിദ്, പള്ളിയിലേക്ക് വന്നു. ലാ യൻഹസുഹു ഇല്ല സ്വലാഹ്, നമസ്കാരമല്ലാതെ വേറൊന്നും അവൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ ലാ യൻഹസുഹു എന്നുള്ളതിന് ചില വ്യാഖ്യാതാക്കൾ അർത്ഥം പറഞ്ഞത് ഭയങ്കര രസമാണ്. അവർ പറഞ്ഞിട്ടുണ്ട്, നഹസ എന്നുള്ള പദത്തിൻ്റെ അർത്ഥേ ലാ യുഖ്രിജുഹു വലാ യുൻഹിദുഹു എന്ന്. അഖ്റജ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കൊണ്ടുവരിക. വീട്ടിലിങ്ങനെ ഇരിക്കുമായിരുന്നല്ലോ സുഖമായിട്ട്, അവിടുന്ന് അയാളെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. വലാ യുൻഹിദുഹു, അവൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽപ്പിച്ചിട്ടുമില്ല. ഇല്ല സ്വലാ, നിസ്കാരമല്ല, വേറെ ഒന്നുമില്ല. നിസ്കരിക്കാൻ വേണ്ടി മാത്രം വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നുവെച്ചാൽ പീടിയെ പോകാനില്ല, സാധനം വാങ്ങാനില്ല, മീൻ വാങ്ങാനില്ല, ഒന്നുമില്ല. പള്ളി പോകാൻ വേണ്ടി മാത്രം എന്തായി? അങ്ങനെയാണെങ്കിൽ ലം യഖ്തുവതൻ, ഓരോ സ്റ്റെപ്പും, എത്ര സ്റ്റെപ്പ് വേണം പള്ളിക്ക് വീട്ടിൽ നിന്ന് എണ്ണുക?
ഓരോ സ്റ്റെപ്പിനും ഇല്ലാ റഫഅ അല്ലാഹു ലഹു ബിഹാ ദറജ, ഒരു സ്റ്റെപ്പിന് ദറജ അള്ളാഹ് ഉയർത്തും, പദവി ഉയർത്തും, നമ്മുടെ ഗ്രേഡ് ഇങ്ങനെ ഉയരും. വഹത്ത മിൻഹു ബിഹാ ഖതിഅ, താഴെ വെക്കുമ്പോഴോ, സ്റ്റെപ്പ് താഴെ വെക്കുമ്പം ആ താഴെ വെക്കുന്നത് മൂലം നമ്മുടെ ഒരു പാപം അള്ളാഹു എന്ത് ചെയ്യും? മായ്ച്ചു കളയും. എത്ര സ്റ്റെപ്പ് കൂടുതലുണ്ടോ അത്രയും ഗ്രേഡ് കൂടും. എത്ര സ്റ്റെപ്പ് കൂടുതലുണ്ടോ അത്രയും നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. മനസ്സിലായില്ലേ? എന്നിട്ട് ഷെയ്ഖിന്റെ വാക്ക് കേട്ടോ, സവാഉൻ അഖറുബ മകാനഹു മിനൽ മസ്ജിദ് അം ബഅദ, പള്ളിയുടെ അടുത്താണ് അവൻ താമസിക്കുന്നതെങ്കിലും ദൂരെയാണെങ്കിലും എത്ര സ്റ്റെപ്പ് ഉണ്ടോ അതാ വിഷയം. അതുകൊണ്ട് കഴിയണത്ര നടന്നു തന്നെ പോകണം. എവിടെ? പള്ളിയിൽ നടന്നു തന്നെ പോകണം. കാരണം ആ സ്റ്റെപ്പ് അത് ഖത്വത്ത് തന്നെയാണ് അവിടെ പറഞ്ഞത്. യാത്ര എന്നൊന്നുമല്ല. അന്നും കുതിരയും കഴുതിയും വാഹനമൊക്കെ ഉണ്ടല്ലോ. എന്നിട്ടും അതല്ല പറഞ്ഞേ. പിന്നെ മനുഷ്യൻ്റെ സ്റ്റെപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്, കുതിരൻ്റെ സ്റ്റെപ്പിനെ കുറിച്ചല്ലല്ലോ പറഞ്ഞത്. അപ്പോൾ കഴിയണത്ര എന്താക്കണം? നടന്ന് തന്നെ പോകണം. വിഷയം എന്ന് വെച്ചാൽ ആ മനുഷ്യൻ്റെ ആ സമയത്തുള്ള നിയ്യത്താണ് വിഷയം. എന്തിനാ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ? നമ്മളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങൽ എന്തിനാ? നമുക്ക് സാധനം വാങ്ങാണ്ട്, മാർക്കറ്റ് പോകാണ്ട്. അപ്പം നമുക്ക് എന്താക്കാം? നിസ്കരിക്കുകയും ചെയ്യാനാ. അത് നിർത്തണം. ഇനി തിരിച്ചാക്കണം നമ്മൾ നെയ്യത്ത്. എന്ത്? നിസ്കരിക്കാൻ പോവുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിന്തിക്കുന്നത് അവസാനം. അങ്ങനെ ആക്കണം. അങ്ങനെ ആക്കിയാലാണ് അതിൻ്റെ ദറജാണ് ഈ പറഞ്ഞത്. അതിനാണ് ആ ദറജ. അപ്പോൾ ആ നമസ്കാരം മാത്രം ഉദ്ദേശിച്ച് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നടക്കുമ്പോഴാണ് എന്തുള്ളത്? ഈ സ്റ്റെപ്പിന് ഈ കൂലിയുള്ളത്. അപ്പം മനസ്സിലേക്കാണ് അള്ള നോക്കണത്. നമ്മൾ നെയ്യത്ത് എന്താണെന്ന് ആവശ്യം. നമ്മൾ മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. അള്ളല്ലേ കാണുന്നത്, മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അള്ള നമ്മുടെ നെയ്യത്തിലേക്ക് നോക്കുന്നു, കൽബിലേക്ക് നോക്കുന്നു. നെയ്യത്ത് എന്താണ്? ഇത് മാത്രമാണോ? എന്നാൽ ഒരുപാട് ദറജയാണ്. സുബ്ഹാനല്ലാഹ്. ഷെയ്ഖ് പറയുന്നു, കുല്ലു ഖത്വത്തിൻ യഹ്സുലു ബിഹാ ഫായിദത്താൻ, ഓരോ സ്റ്റെപ്പിനും രണ്ട് ഉപകാരം കിട്ടും. അൽ ഫായിദത്തുൽ ഊല, ഒന്നാമത്തേത് അന്നല്ലാഹ യർഫഉഹു ബിഹാ ദറജ, അള്ളാഹു അവനൊരു ഗ്രേഡ് ഉയർത്തും. അൽ ഫായിദ സാനിയ, രണ്ടാമത്തേത് അന്നല്ലാഹ യഹത്തു അൻഹു ബിഹാ ഖതിഅ, ഒരു പാപം അള്ളാഹു അതുകൊണ്ട് എന്താക്കും? അവന് പുറത്തു കൊടുക്കും. വഹാദാ ഫദ്ലുൻ അലീം, അതാ ഫദ്ലുൻ അലീം. ഇത് വേറെ എവിടേക്കും നടന്നാൽ കിട്ടും. അതാണ് ആ ഫദ്ലുൻ അലീം. എന്തിന് നടന്നാലും കിട്ടൂല. ഹത്താ യദ്ഖുലൽ മസ്ജിദ്, പള്ളിയിലെത്തുന്നത് വരെ ദറജ, ഗ്രേഡാ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കുറേ ആളുകൾ വന്ന് പള്ളിൻ്റെ അടുത്തേക്ക് വീട് മാറ്റാൻ വേണ്ടി ചോദിച്ച ഒരു സംഭവമുണ്ട്. റസൂലുള്ളാഹി സമ്മതിച്ചില്ല. മാറ്റണ്ടാറ്. എന്താ? ഈ ദറജ നഷ്ടപ്പെടും. ഈ ദറജ നഷ്ടപ്പെടും. പക്ഷേ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നമുക്ക് ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടുമെങ്കിൽ നമ്മൾ എന്താക്കരുത്? മാറ്റാതിരിക്കരുത്. ഞാൻ പള്ളിൻ്റെ അടുത്തല്ല താമസമെങ്കിൽ എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെടും എന്ന ഒരു വിചാരം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ ഉടനെ വീടെന്താക്കണം? പള്ളിൻ്റെ അടുത്തേക്ക് മാറ്റണം. അതല്ല, ഞാൻ എത്ര ദൂരെ താമസിച്ചാലും എൻ്റെ ജമാഅത്ത് നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുണ്ടോ? എന്നാൽ പിന്നെ അവിടെ തന്നെ മതി. സഹാബികൾ രണ്ടാമത്തേലായിരുന്നു. അവർക്ക് നഷ്ടപ്പെടാൻ ഭയങ്കര പേടിയായിരുന്നു. അവിടെ ഒരുപാട് നേരത്തെ വരും, കാത്തിരിക്കും. അതിനാണ് റസൂൽ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത്, കാത്തിരിക്കണേന്. കാത്തിരുന്നാലോ? ആലോചിച്ച് നോക്കൂ. അതാണ് കാത്തിരുന്നാലോ? ഫഇദാ ദഖൽ മസ്ജിദ് ഫസല്ല മാ കുതിബ ലഹു, ഇയാൾ പള്ളി കടന്നു, എന്നിട്ട് സല്ലാ മാ കുതിബ ലഹു, പള്ളിയിൽ കടന്നാലുള്ള നമസ്കാരം ഉണ്ടല്ലോ, അത് നിസ്കരിച്ചു. അപ്പോൾ അവൻ എന്താണോ നിർബന്ധം അത് അവൻ നമസ്കരിച്ചു. എന്ന് വെച്ചാൽ തഹിയ്യത്താകാം, തഹിയ്യത്ത് കഴിഞ്ഞിട്ടുള്ള റവാത്തിബ് സുന്നത്തുകളുണ്ടെങ്കിൽ അതാകാം. റവാത്തിബ് സുന്നത്ത് പള്ളിയിൽ വെച്ചാണ് നിസ്കരിക്കേണ്ടത്, വീട്ടിൽ വെച്ചാണ് നിസ്കരിക്കേണ്ടത്. അതാണ് ഇവിടെ അങ്ങനെ പ്രത്യേകം പറയായിരുന്നു. മാ കുത്തിബ ലഹു എന്ന് പറഞ്ഞത് അവിടെയുള്ള കുത്തിബ ലഹു തഹിയ്യത്താണ്. മനസ്സിലായില്ലേ? തഹിയ്യത്താണ്. കാരണം റവാത്തിബ് സുന്നത്ത് കഴിയുന്നത്ര നമ്മൾ വീട്ടിൽ വെച്ചാൽ നിസ്കരിക്കേണ്ടത്. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിക്ക് ഇഷ്ടം അതായിരുന്നു. സുന്നത്തുകളൊക്കെ രഹസ്യമായിട്ടാണ് ചെയ്യാൻ നല്ലത്. രഹസ്യമായിട്ട് ആൾക്കാർ കാണുന്ന സുന്നത്തല്ലാത്തൊക്കെ എന്താക്കണം? രഹസ്യമാക്കാൻ. പ്രത്യേകിച്ച് നമസ്കാരം അറിയാത്തത് കുറച്ചുണ്ടെങ്കിൽ അവിടെ രക്ഷപ്പെടുള്ളൂ. എഹ്സാൻ എന്ന് പറഞ്ഞാൽ അതാണ്. അത് നമ്മൾ മാത്രം അറിയണ കുറച്ചുണ്ടാകാം, എന്തെങ്കിലും കുറച്ച്. അതിൽപ്പെട്ടതാ റവാത്തിബ് സുന്നത്തും സുന്നത്തായ നോമ്പുകളും. ഓക്കെ, അങ്ങനെ അവൻ സുമ്മ ജലസ യൻതളിറു സ്വലാഹ്,
എന്നിട്ട് അവിടെ ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുകയാണ്. അതാണ് മാക്കാനത്ത് തഹ്ബീസു എന്ന് പറഞ്ഞാൽ നമസ്കാരം അവനവിടെ ബന്ധനത്തിലാക്കി. എന്താ, ഇശാ നിസ്കരിക്കാൻ വേണ്ടി വന്നതാ, പക്ഷെ നിസ്കരിക്കാൻ വന്നപ്പോൾ ഇനിയുണ്ട് 10 മിനിറ്റ്. അപ്പോൾ തഹിയ്യത്തൊക്കെ നിസ്കരിച്ച് അവിടെ ഇരുന്നു. എവിടെ? പള്ളിയിൽ. അങ്ങനെയാണെങ്കിൽ ഫഇന്നഹു ഫീ സ്വലാ മൻ തളറ സ്വലാ. ഇവിടുത്തെ വാചകം നോക്ക്, മാ കാനത് ഫൈദാ ദഖൽ മസ്ജിദ് കാന ഫി സ്വലാ മാ കാനത്തി സ്വലാത്തു ഹിയ തഹ്ബീസ്. അവൻ നമസ്കാരത്തിലാ. എത്ര മിനിറ്റ് മുമ്പ് വന്നാലും അവൻ എവിടെയാ? നമസ്കാരത്തിൽ. നിസ്കരിക്കൊന്നും വേണ്ട, അതിനു വേണ്ടി വന്ന് നമസ്കാരവും പ്രതീക്ഷിച്ച് പള്ളിയിലിരുന്നാൽ അവൻ, കാരണം എന്താ? അവൻ്റെ നിയ്യത്ത് എന്താ? നിയ്യത്തിനാണ് ഇവിടെ എന്ത് കൂലി. നിയ്യത്തെ അല്ല നോക്കുള്ളൂ. നിയ്യത്ത് എന്താ? നിസ്കാരത്തിന് വന്നു എന്നുള്ള. അപ്പോൾ നിസ്കാരത്തില്ല, നിയ്യത്ത് നിസ്കാരത്തിന് വന്നു. അതുകൊണ്ടാണ് ഇപ്പം ഹജ്ജ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ദുആ ചെയ്യും, പഠിച്ചോ എനിക്ക് അടുത്ത കൊല്ലം ഹജ്ജ് ചെയ്യണേ, അടുത്ത കൊല്ലം ഹജ്ജ് ചെയ്യണേ. ഈ മനുഷ്യൻ എല്ലാ കൊല്ലവും ദുആ ചെയ്തു, അവസാനം ഹജ്ജില്ലാതെ ഇയാൾ മരിച്ചുപോയി. ഹജ്ജ് ചെയ്യാൻ കഴിയാതെ മരിച്ചുപോയി. അവിടെ ചെന്നാൽ അതാ രസം. അങ്ങനെ കൊടുക്കണം അല്ലാഹു. എല്ലാ കൊല്ലത്തെയും ഹജ്ജ് ഇയാൾക്ക് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇയാളിങ്ങനെ അത്ഭുതപ്പെടുക, ഇതെന്താണ്? അപ്പോൾ അള്ളാഹുവിനോട് പറയും, നീ എന്നോട് ചോദിച്ചില്ലേ ഹജ്ജ്? ചോദിച്ചില്ലേ? ചോദിച്ചു. ആഗ്രഹിച്ചില്ലേ? ആഗ്രഹിച്ചു. കൊതിച്ചു, നിന്റെ മനസ്സിലുണ്ടായി. ആരും ബേജാറാണ്ടെന്നർത്ഥം. നമ്മൾ അള്ളാഹിനോട് ഒരു കാര്യം ചോദിച്ചു, അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകിയിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ സവാബ് നമുക്ക് ഇൻഷാ അല്ലാഹ്. പക്ഷെ വിഷയം എന്താ? അതാണ് വിഷയം, നിയ്യത്താണ്. നമ്മുടെ മനസ്സിൽ അത് ചോദിക്കുമ്പോൾ അങ്ങനത്തെ നിയ്യത്ത് വേണം. എന്തായിരുന്നാലും കൊല്ലം ചെയ്യണം, എന്തായിരുന്നാലും എനിക്ക് ഇനി മുതൽ എല്ലാ അയ്യാമുൽ ബീദും എനിക്ക് നോമ്പ് നോക്കണം. അപ്പം അള്ളാഹിനോട് ചോദിക്കുകയാണ്, അള്ളാഹു എനിക്ക് അതിന് തൗഫീഖ് നൽകണം. അപ്പം മനസ്സിൽ ആഗ്രഹിച്ച്, പക്ഷേ ആരോഗ്യകാരണം ഉണ്ടായി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം ഉണ്ടായി, പ്രയാസമായി. നമ്മൾ കഴിഞ്ഞ ഹദീസുകളിലൊക്കെ വിവരിച്ചല്ലോ. അവിടെ ചെന്നുണ്ടാവും, നോമ്പുണ്ടാവും. കാരണം അള്ളാഹ് നോക്കണത്. ശരി, വഹാദിഹി ഐളൻ നിഅമത്തുൻ അളീമ. ഷെയ്ഖ് പറയാം, ഇതും വല്ലാത്തൊരു നിഅമത്താ. ഇത് മറ്റേതിനെ മാതിരി തന്നെ സ്റ്റെപ്പിനെ പറ്റി പറഞ്ഞില്ല, ഹാദാ ഫളുൻ അളീം എന്ന് പറഞ്ഞല്ലോ. അതേമാതിരി ഇത് വല്ലാത്ത നിഅമത്താ. വെറുതെ അങ്ങനെ ഇരിക്കണേനെന്ത്? നിസ്കാരത്തിൻ്റെ കൂലി. അതാണ് ലൗ ബഖിയത് മുൻതളിറൻ ലിസ്സലാ മുദ്ദ തവീല. ദീർഘസമയം നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരുന്നു എന്ന് വെക്കുക. വ അൻത ജാലിസുൻ ലാ തുസല്ലി. നിസ്കരിക്കാതെ നീ ഇരിക്കുകയാണ്. ബഅദൻ സല്ലൈത തഹിയ്യത്തുൽ മസ്ജിദ്. തഹിയ്യത്ത് നിസ്കാരം നിസ്കരിച്ച ശേഷം നീ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. മാഷാ അല്ലാഹ്, എത്ര സമയം! അതാണ് മാഷാ അല്ലാഹ്. അങ്ങനെയാണെങ്കിൽ പോലും ഫഇന്നഹു, കേട്ടോ, ഫഇന്നഹു യുഹ്സബു ലക അജ്റുസ്സലാഹ്. നിനക്ക് നമസ്കാരത്തിൻ്റെ പ്രതിഫലം നൽകപ്പെടും, കൂലിയിട്ടും. മാഷാ അല്ലാഹ്. അതാണ് നെയ്യത്തിൻ്റെ പ്രത്യേകത, ഇഖ്ലാസ് നെയ്യത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്നത്. ഇനി നാലാമത്തെ കാര്യം എന്താണ്? നാലാമത്തെ കാര്യം ഹദീസിൽ പറയണത് എന്താ? വൽ മലായികത്തു യുസല്ലൂന അലാ അഹദിക്കും മാ ദാമ ഫീ മജ്ലിസിഹി അല്ലദീ സല്ലാ ഫീഹി. നമസ്കരിച്ച അവിടെ തന്നെ, നമസ്കരിച്ച ആ ഇരിപ്പിൽ തന്നെയാണ് നിങ്ങൾ ഇരിക്കുന്നത് എങ്കിൽ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. മജ്ലിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇരിക്കണ സ്ഥലം. ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്ന്, മജ്ലിസ് ആണ് ഇരിക്കണ ഇരിപ്പിടം. നിസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോയില്ല, മനസ്സിലായില്ലേ? പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോയില്ല. പള്ളിയിൽ നിന്ന് പുറത്തു പോയാൽ പിന്നെ ഉദ്ദേശം മാറി, നിയ്യത്ത് മാറി. അവിടെ തന്നെ ഇരുന്നു. അപ്പോഴാണ് എന്താകുക? ലക്ഷ്യം നിസ്കാരാകുക. അവിടെ തന്നെ ഇരുന്നു. അങ്ങനെയാണെങ്കിൽ മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും. യഖൂലൂൻ, മലക്കുകൾ എന്താ പറയണത്? നോക്കി നിങ്ങൾ മലക്കുകളുടെ പ്രാർത്ഥന. അല്ലാഹുമ്മർഹംഹു, കണ്ടില്ലേ? അല്ലാഹുമ്മർഹംഹു, അല്ലാഹുമ്മഗ്ഫിർ ലഹു, അല്ലാഹുമ്മ തുബ് അലൈഹി. 3 കാര്യം മലക്കുകൾ പ്രാർത്ഥിക്കും. ഭയങ്കര സംഭവമാണ് ഇത്, ഭയങ്കര സംഭവമാണ്. മലക്കുകളാണ് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മർഹംഹു, ഒന്നാമത്തേത് അല്ലാഹുവേ നീ അവന് കരുണ ചെയ്യണമേ നമ്മളോട്. നമുക്ക് എന്തൊക്കെയോ ആവശ്യമുണ്ട്, അള്ളാഹ്ക്കറിയാം ആവശ്യം. ആ ഒരു കരുണ രൂപത്തിലെ ആവശ്യം അവർക്ക് നീ നിർവഹിച്ചു കൊടുക്കണം.
മലക്കുകൾ പ്രാർത്ഥിക്കും. മലക്കുകൾക്ക് നമ്മൾ ആവശ്യമൊന്നും അറിയില്ല, മലക്കുകൾക്ക് നമ്മൾ ആവശ്യം, പക്ഷെ അള്ളാഹ്ക്കറിയാം എന്ത് നമ്മുടെ ആവശ്യം. മലക്കുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിയമിച്ചതായി ഈ പരിപാടിക്ക്, പള്ളിയിലെ ഈ പരിപാടിക്ക് ഏൽപ്പിച്ച എന്ത്, ഇതെൻ്റെ വീടാ, ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ നന്നായി സൽക്കരിക്കണം, ആ സൽക്കാരമാണെന്ത്. മലക്കുകൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണല്ലോ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണല്ലോ, അള്ളാഹ് ഏൽപ്പിച്ചതാ അവരെ. ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അതാണ് മലക്കുകൾ. അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അതങ്ങനെ ചെയ്യും. ധിക്കരിക്കാൻ അവർക്ക് പറ്റൂല, പാടില്ല, അറിയില്ല. അപ്പോൾ ഈ മലക്കുകൾ അതിനായിട്ട് പള്ളിയിലാക്കിയത്. എല്ലാ പള്ളിയിലും മലക്കുകളുണ്ട്, ഇതിനെ ഏൽപ്പിച്ച എല്ലാ പള്ളിയിലും മലക്കുകളുണ്ട്, മനസ്സിലായില്ലേ? ആ മലക്കുകളുടെ പണിയാണെന്ത്, അല്ലാഹുമ്മ റഹ്മഹു, അല്ലാഹുമ്മ അഗ്ഫിർ ലഹു, അല്ലാഹുമ്മ തുബ് അലൈഹി, അല്ലാഹുമ്മ അഗ്ഫിർ ലഹു, അല്ലാഹു അവന് നീ പുറത്തു കൊടുക്കണമേ, അവന് നീ പുറത്തു കൊടുക്കണം. ആരാ പ്രാർത്ഥിക്കണത്? മലക്കുകളാ. ശരിക്കുള്ള ശഫാഅത്ത് തന്നെയാണിത്, യഥാർത്ഥ ശുപാർശ നമുക്ക് വേണ്ടി മലക്കുകൾ അള്ളാഹിൻ്റെ അടുത്ത്. മൂന്നാമത്തെ അല്ലാഹുമ്മ തുബ് അലൈഹി, അല്ലാഹുവേ ഇയാളുടെ പശ്ചാത്താപം നീ സ്വീകരിക്കണമേ, തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട്, പശ്ചാത്തപിക്കാൻ വേണ്ടി വന്നതാ, നീ തവ്വാബുർ റഹീമാണല്ലോ, തൗബ സ്വീകരിക്കണം. കണ്ടോ? അപ്പോൾ മലക്കുകൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ ഒരിക്കലും മലക്കുകളോട് നമ്മൾ ചോദിക്കണ്ട മലക്കുകളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, അല്ലേ? നമുക്ക് അങ്ങനെ ചോദ്യമല്ല, മലക്കുകളോടും ജിന്നുകളോടും നമുക്ക് എന്തില്ല, ചോദ്യമല്ല. അത് ശരിക്കും മനസ്സിലാക്കണ്ട. ഏത് സ്ഥലങ്ങൾ ഹദീസിൽ പരിശോധിച്ചാലും അത് കൃത്യമായിട്ട് കാണും. ഇവിടെ നോക്ക്, യഖൂലൂന, അവർ പ്രാർത്ഥിക്കണം മലക്കുകൾ, അല്ലാഹുമ്മ റഹ്മഹു. നമ്മൾ ചോദിച്ചോ? ചോദിച്ചിട്ടില്ല, ചോദിക്കേണ്ടതില്ല. അങ്ങനെ ചോദ്യമില്ല. അവരങ്ങോട്ട് സ്വയം എന്ത് ചെയ്യും? അതിന് ഏൽപ്പിക്കപ്പെട്ടവരാ, അതിനുള്ള ആൾക്കാരാ. അത് ശരിക്കും വേറെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ബെയ്ത്തിൽ കുറേ നാട്ടകളുണ്ട് എന്ന് പറഞ്ഞു, ഇങ്ങനെ കുത്തി വെക്കണ ടെൻ്റൊക്കെ കെട്ടുന്നിടത്ത് ഇങ്ങനെ കുത്തുന്ന സാധനമല്ലേ, അതവിടെ വെച്ചതാ, അവിടെ ഉണ്ടാവും, പോകൂല. ആ മലക്കുകളോട് പോകില്ല. ഏത് പള്ളിയിലും മലക്കുകളുണ്ട്, എല്ലാ പള്ളിയിലും എന്തുണ്ട്? മലക്ക്. ഭയങ്കര രസമാണ്. മലക്കുകളും പള്ളിയും തമ്മിലുള്ള വലിയ വിഷയമാണ്. മലക്കുകളും പള്ളിയും തമ്മിലുള്ള ബന്ധം ഭയങ്കരമായ വിഷയമാണ്. മലക്കുകൾ ഇങ്ങനെ സഫിലിരിക്കുന്നുണ്ട്. നമ്മളൊക്കെ മലക്കുകൾക്കറിയാം, എല്ലാവരും, ശരിയല്ലേ? എന്നിട്ട് ഏതെങ്കിലും വക്തിന് നമ്മളെ കാണാതായാൽ ബേജാറാണ് മനുഷ്യന്മാരല്ല, മലക്കുകൾക്ക് ബേജാറ്. ആലോചിക്കോ എൻ്റെ ആ ഒരവസ്ഥ. അത്രയും ബന്ധത്തിൽ ആരുണ്ട്? മലക്കുകളുണ്ട്. നമ്മുടെ ഈ മജ്ലിസിന് ചുറ്റും എന്തുണ്ട്? മലക്കുകളുണ്ട്. അള്ളാഹുവിൻ്റെ മലക്കുകൾ, റഹ്മത്തിൻ്റെ മലക്കുകൾ, അതിനൊക്കെയാണ് മലക്കുകൾ. മലക്കുകളുടെ എണ്ണം എത്ര പറയാൻ കഴിയില്ല, എത്രയെന്നുള്ളത്. ലൈലത്തുൽ ഖദ്റിൻ്റെ അന്നത്തെ എണ്ണം പറഞ്ഞില്ലേ, ഭൂമിയിലുള്ള ചരൽക്കല്ലുകളെക്കാൾ അധികം എന്താ, അവത് എത്രയായിരിക്കും, എങ്ങനെയിരിക്കും, എവിടെയിരിക്കും? സുബ്ഹാനല്ലാഹ്. ആ മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ റഹ്മഹു, അല്ലാഹുമ്മ അഗ്ഫിർ ലഹു, അല്ലാഹുമ്മ തുബ്. ഏതുവരെ അവർ പ്രാർത്ഥിക്കും? നിങ്ങൾ അവിടെ നിസ്കാരം കാത്തിരിക്കുമ്പോഴൊക്കെ അവർ പ്രാർത്ഥിക്കും. രണ്ട് കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ മതി. ഒന്നാമത്തേത് മാലം യുഇദി ഫീഹി, മാലം യുഇദി ഫീ, ഒരാളെയും ഉപദ്രവിക്കാൻ പാടില്ല, ഒരു തരം ഉപദ്രവവും പാടില്ല. കൈകൊണ്ടായാലും കാലുകൊണ്ടായാലും നാവുകൊണ്ടായാലും മനസ്സുകൊണ്ടായാലും ആരും എന്താക്കണ്ട, ഒക്കെ ഈദാണ്, ഉപദ്രവ. നമ്മളിരിക്കുന്ന സ്ഥലം അത്ര വലിയ സ്ഥലമാണ്, ശരി. അപ്പോൾ നമ്മൾ ശുദ്ധിയാകാൻ ഇതിനപ്പുറം വേറൊന്നും വേണ്ട. ഒരാളോടും നമുക്കൊരു വെറുപ്പും തോന്നൂല. കാരണം എന്താ? മാലം യുദിഫി, ആ വെറുപ്പ് ഉപദ്രവമാണ്. ഒരാളോടും നമുക്ക് അസൂയ തോന്നൂല, കോപം തോന്നൂല, ദേഷ്യം തോന്നൂല. പള്ളിയിലൊക്കെ ചില ആൾക്കാർ കാണാൻ ഭയങ്കരമായി ദേഷ്യം പിടിക്കണം, അവരോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ ദേഷ്യം പിടിക്കരുത്, പള്ളിയിൽ നിന്ന് ദേഷ്യം പിടിക്കുമ്പോൾ. കുട്ടികൾ പള്ളിയിൽ കളിക്കും, നിങ്ങൾ എന്താക്കണ്ട, ദേഷ്യം പിടിക്കണ്ട, ശരിയല്ലേ? പള്ളിയിൽ ചിലപ്പോൾ നമ്മൾ അള്ളാഹു ചിലപ്പം നമ്മൾ ശരിക്കും മനസ്സിലാക്കാം, നമ്മളെ പരീക്ഷിക്കുകയാണ് അള്ളാഹു. അതൊക്കെ നമ്മൾ ഈ മാലം യുവതിയിലേക്ക് എത്തുമെന്നുള്ളത്, അതിലേക്ക് എത്തുമെന്നുള്ള അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആൾക്കാരോട് ദേഷ്യം പിടിക്കാനുള്ള സംഗതികളൊക്കെ ഇങ്ങനെ പള്ളിയിൽ ചിലപ്പോൾ ചിലർ ചെയ്യും. മെല്ലെ പറഞ്ഞു കൊടുക്കുക, സമാധാനത്തോടു കൂടി പറഞ്ഞു കൊടുക്കുക. എന്തിന്? നമ്മളെ ദ്വാ, മലക്കുകളുടെ ദ്വാ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും. രണ്ടാമത്തെ വിഷയം, മാലം യുഹ്ദിസ് ഫീഹി, അഹ്ദസ, നജസ്സാകുക എന്ന് പറഞ്ഞാൽ, അശുദ്ധിയാവുക എന്ന് പറഞ്ഞാൽ എന്താ? വുളു നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. അപ്പം നമ്മൾ കുറച്ചൊരു കെയർഫുള്ളായിരിക്കണം എന്ന് മാത്രം.
ഭയങ്കര അശ്രദ്ധമായാലാണ് എന്ത് പോവുക, വുളു നഷ്ടപ്പെട്ടോ നമ്മൾ അറിഞ്ഞില്ല, അതുകൊണ്ട് നമുക്ക് സംശയമാണ്, വുളു നഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ ഒരു സംശയം, അതൊന്നും ഉണ്ടാകാൻ പാടില്ല. നല്ല കെയർഫുൾ ആകണം. എന്തുകൊണ്ട്? ഈ ദുആ നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? 2 നിബന്ധനകളുണ്ട്. ഒന്ന് മാലം യുഹദി ഫീഹി, 2 മാലം യുഹദിസ് ഫീഹി. മനസ്സിലായില്ലേ? ശരി. വഹാദ ഐളൻ, ഷെയ്ഖ് പറയാ 3-ാമത്തെ വാചക, വഹാദ ഐളൻ ഫളലുൻ അലീം. 3-ാമത്തെ ഫളല. ആദ്യത്തെ ഫളൽ ഏതായിരുന്നു? സ്റ്റെപ്പുകൾ. 2-ാമത്തെ ഫളല് 3-ാമത്തെ ഫളലാണ് ഈ പറയണത്, മലക്കുകളുടെ എന്ത്? പ്രാർത്ഥന. ഹാദാ ഫളലുൻ അലീമുൻ ലിമൻ ഹദറ ബിഹാദിഹി നിയ്യ വബിഹാദിഹി അഫ്ആൽ. അതാണ് അതിന്റെ രസം. ഈ നിയ്യത്തോടു കൂടിയും ഈ രൂപത്തിൽ അമലുകൾ ചെയ്തുകൊണ്ടും വന്നവർക്ക്. ഈ രൂപത്തിൽ അമൽ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് എന്താക്കുക? മുതു കൊടുക്കുക. ഈ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നമസ്കാരം എന്ന നിയ്യത്ത് മാത്രം. ഇനി കേട്ടോ, വശാഹിദ് മിൻ ഹാദൽ ഹദീസ്, ഈ ഹദീസിൽ ഈ അധ്യായത്തിൽ വരാനുള്ള കാരണം ഖൗലുഹു, ഈ റസൂലുള്ളാഹിന്റെ വാക്കാണ്. എന്താ? സുമ്മ ഖറജ മിൻ ബൈതിഹി ഇലൽ മസ്ജിദി ലാ സുമ്മ അതൽ മസ്ജിദ ലാ യൻഹസു, അല്ലെങ്കിൽ ലാ യുരീദു ഇല്ലസ്സ. അതാണ് ഈ അധ്യായത്തിൽ ഈ ഹദീസ് വരാനുള്ള കാരണം. അവൻ ഉദ്ദേശിക്കുന്നില്ല എന്തല്ലാതെ നമസ്കാരമല്ല. ആ ഉദ്ദേശം, നമസ്കാരം എന്ന ഉദ്ദേശം, അതാണ് ഈ അധ്യായത്തിൽ ഈ ഹദീസ് വരാനുള്ള കാരണം. ഫഇന്നഹു യദുല്ലു അലാ ഇഅ്തിബാരി നിയ്യതി ഫീ ഹുസൂലി ഹാദൽ അജ്റിൽ അളീം. ഇവിടെ നിയ്യത്തിനെ പരിഗണിച്ചാണ് ഈ മഹാപ്രതിഫലം ലഭിക്കുന്നത്. നിയ്യത്തിന്, അമലിനെ പരിഗണിച്ചല്ല, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അമലിനെ പരിഗണിച്ചല്ല, പിന്നെന്താ? നിയ്യത്തിനെ പരിഗണിച്ച. ലൗ ഖറജ മിൻ ബൈതിഹി ലാ യുരീദു സ്വലാ. ഇനി ഒരാൾ വീട്ടിൽ നിന്ന് പോന്നു, പുറത്തേക്ക് പോയി, അയാൾ നിസ്കാരം ഉദ്ദേശിക്കുന്നില്ല. ഫഇന്നഹു ലാ യക്തുബു ലഹു ഹാദൽ അജ്ർ. അപ്പോൾ ഈ അജ്ർ അയാൾക്ക് കിട്ടൂല, ഈ കൂലി കിട്ടൂല. മസല അൻ യഖ്റുജ മിൻ ബൈതിഹി ഇലാ ദുക്കാനി. ഒരാൾ വീട്ടിൽ നിന്ന് പീടിയേക്ക് പോയി. വലമ്മ അദ്ദന ദഹബ യുസല്ലി. പീടിയയിലിരിക്കുമ്പോൾ ബാങ്ക് കേട്ടു, അപ്പോൾ അയാൾ പോയി നിസ്കരിക്കാൻ. ഫഇന്നഹു ലാ യഹ്സുലു അലാ ഹാദൽ അജ്ർ. അയാൾക്ക് ഈ പ്രതിഫലം കിട്ടൂല. മനസ്സിലായി? അപ്പോൾ പള്ളിക്കായിട്ട് അയാൾ എന്താക്കണം? പോകണം. ഇനിയിപ്പോൾ ഒരാൾ പീടികയിലിരിക്കുക, ഒരു കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഒരു തൊഴിലാളി ഫാക്ടറിയിലോ പീടികയിലോ കാണും നിൽക്കുക, ഉദാഹരണം. മനസ്സിലായില്ലേ? അയാൾ ബാങ്ക് കൊടുക്കണത് കേട്ടു. അയാളുടെ പതിവാണ് ബാങ്ക് കേട്ടാൽ അയാൾ എന്താവും? പള്ളിയിൽ പോവും. അതയാളുടെ പതിവാണ്. എങ്കിൽ അയാൾക്ക് ഈ പ്രതിഫലം കിട്ടും. മനസ്സിലായേ? നേരെ മറിച്ച് ഒരാളിങ്ങനെ വഴിയിലൂടെ നടന്നു പോകുക, അങ്ങാടിക്ക് പോകുമ്പോൾ ബാങ്ക് കിട്ടും, അപ്പോൾ കയറി നിസ്കരിച്ചു, അയാൾക്ക് എന്തില്ല? രണ്ടും തമ്മിലുള്ള വ്യത്യാസം അയാളുടെ ഖൽബാണ്, നിയ്യത്താണ് എന്ത് വിഷയം എന്നർത്ഥം. ഓക്കെ. ലാക്കിൻ റുബ്ബമാ, അതാണ് ഷെയ്ഖ് പറഞ്ഞത്, ലാക്കിൻ റുബ്ബമാ യുക്തബു ലഹുൽ അജ്റു മിൻ ഹീന അൻ യൻതലിഖ മിൻ ദുക്കാനിഹി ഔ മിൻ മക്കാനി ബൈഇഹി വശിറാഇഹി ഇലാ അൻ യസിലൽ മസ്ജിദ്. പീടികയിൽ നിന്നോ അല്ലെങ്കിൽ സാധനം വാങ്ങുന്ന മാർക്കറ്റിൽ നിന്നൊക്കെ ഇയാൾ നിസ്കരിക്കാൻ വേണ്ടിയാണ് പോയത് എങ്കിൽ അയാൾക്ക് പള്ളിയിലെത്തുന്നത് വരെ എന്തുണ്ട്? ഈ കൂലി കിട്ടും. മാതാമ ഇൻതലഖ മിൻ ഹാദൽ മക്കാൻ വഹു അലാ തഹാറ. അയാൾ ഒരു നിബന്ധന ഉണ്ട്, തഹാറത്തോടു കൂടിയായിരിക്കണം ആ സ്ഥലത്ത് നിന്ന് അയാൾ പോയിട്ടുണ്ടായിരിക്കണം. അപ്പം നമ്മൾ പീടികയിൽ നിന്ന് നിസ്കരിക്കാൻ പോവുകയാണെങ്കിൽ പറ്റുമെങ്കിൽ എന്ത് ചെയ്യണം? എവിടുന്ന്? പീടികയിൽ നിന്ന് ഒതു കൊടുക്കണം എന്നർത്ഥം. ഓഫീസിൽ നിസ്കരിക്കാൻ പോവുകയാണെങ്കിൽ പറ്റുമെങ്കിൽ ഒതു കൊടുക്കേണ്ടത് എവിടുന്നാണ്? ഓഫീസിലാണ്. അപ്പം തഹാറത്തിലാണെങ്കിലേ ആ നടത്തത്തിന് എന്തുള്ളൂ? ആ കൂലിയുള്ളൂ എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളെ വിഷയം ഇതാണ്. ഈ മനുഷ്യന് അള്ളാഹു പ്രതിഫലം നൽകുന്നത് മനുഷ്യൻ്റെ നിയ്യത്ത് നോക്കിയാണ്. ആ നിയ്യത്തിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ എന്ത് കിട്ടൂ? കൂലി കിട്ടൂ എന്നർത്ഥം. കിട്ടണം ഇൻഷാ അല്ലാഹ്. അടുത്ത ഹദീസ്. വഅൻ അബിൽ അബ്ബാസ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുമാ عن رسول الله صلى الله عليه وسلم فيما يروي عن ربه تبارك وتعالى قال إن الله كتب الحسنات والسيئات ثم بين ذلك
فمن هم بحسنة فلم يعملها كتبها الله تبارك وتعالى عنده حسنة كاملة وإن هم بها فعملها كتبها الله 10 حسنات إلى 700 ضعف إلى أضعاف كثيرة وإن هم بسيئة فلم يعملها كتبها الله عنده حسنة كاملة وإن هم بها فعملها كتبها الله سيئة واحدة متفق عليه. ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹി. അബുൽ അബ്ബാസ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുമാ. ആദ്യമായിട്ടാണ് ഇബ്നു അബ്ബാസിൻ്റെ ഹദീസ് അല്ലേ, വന്നിട്ടില്ല, ആദ്യമാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഇബ്നു അബ്ബാസ് നമ്മൾ അറിയപ്പെടുന്ന അദ്ദേഹമാണ് ഇത്. ഇബ്നു അബ്ബാസ് എന്നുള്ള പ്രധാനപ്പെട്ട മുഫസ്സിർ ഉണ്ടല്ലോ, അറിയപ്പെടുന്ന ഇമാമുൽ മുഫസ്സിരീൻ, അദ്ദേഹമാണ് ഇത്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്താണ് എന്ത്? അബുൽ അബ്ബാസ്. അബുൽ അബ്ബാസ്. അപ്പം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ നിങ്ങൾ ഓർക്കുണ്ടാവും, വാപ്പാൻ്റെ പേര് മക്കൾക്ക് ഇടാറുണ്ട്. നമ്മുടെ മാത്രം രീതിയല്ല എന്നർത്ഥം, മനസ്സിലായില്ലേ? ഇദ്ദേഹത്തിൻ്റെ ഇബ്നു അബ്ബാസിൻ്റെ പേര് അബ്ദുള്ള എന്നാണ്, അബ്ബാസിൻ്റെ മകനാണ്, മനസ്സിലായില്ലേ? അതേ അബ്ബാസ് എന്ന് പേരുള്ള കുട്ടി ആർക്കുണ്ട്? ഇബ്നു അബ്ബാസിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം എന്തായത്? അബുൽ അബ്ബാസ് ആയത്, മനസ്സിലായില്ലേ? അപ്പം അതൊരു ഇപ്പം നമ്മൾ മൂന്നാമത്താണ് അങ്ങനത്തെ കാണുന്നത്. അപ്പം ഇത് മനസ്സിലാക്കേണ്ടത് അതൊരു നല്ല രീതിയാണ്. വാപ്പൻ്റെ പേരെന്താക്കുക, നമ്മളെ വാപ്പൻ്റെ പേര് നമ്മുടെ ഒരു ഇത് മറന്നു പോകാതിരിക്കാൻ. വഅൻ അബിൽ അബ്ബാസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ് ആര്? അബ്ബാസ്. അബ്ദുള്ളാൻ്റെ വാപ്പ അബ്ബാസ്, അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അടുത്ത വാചകം കണ്ടോ? റളിയല്ലാഹു അൻഹുമാ എന്നുള്ളൂ, അൻഹും എന്നില്ല. 3 ആളെ പറഞ്ഞിട്ടുണ്ടല്ലോ, അബ്ദുള്ളയുണ്ട്, അബ്ബാസും ഉണ്ട്, അബ്ദുൽ മുത്തലിബും ഉണ്ട്. ഇബ്നു അബ്ബാസാണ് അബ്ദുള്ള ആണ് ഇബ്നു അബ്ബാസ്. പിന്നെ അബ്ബാസ് ഉണ്ട് വാപ്പ, വല്ലിപ്പ അബ്ദുൽ മുത്തലിബ്. പക്ഷെ റളിയല്ലാഹു അൻഹും എന്ന് പറഞ്ഞിട്ടില്ല. അറബി ഭാഷയുടെ നിയമം അനുസരിച്ച് 2-ലധികം ആളുണ്ടെങ്കിൽ എന്ത് പറയണം? ഇവിടെ ഹുമാന്നേ പറഞ്ഞിട്ടുള്ളൂ. 2-ലധികം ആളുണ്ടെങ്കിൽ ഹും എന്ന് പറയണം. 2 ആളാണെങ്കിൽ ഇവിടെ 3 ആളുണ്ട്, പക്ഷെ ഹുമാന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്താ കാരണം? മാഷാ അല്ലാഹ്, അബ്ദുൽ മുത്തലിബ് എന്തല്ല? മുസ്ലിം അല്ല. عن أبي العباس عبد الله بن عباس بن عبد المطلب رضي الله عنهما عن رسول الله صلى الله عليه وسلم. അള്ളാഹുവിൻ്റെ റസൂലിന് ഉദ്ധരിക്കുകയാണ്, ഫീമാ യർവി അൻ റബ്ബിഹി, തൻ്റെ റബ്ബിൽ നിന്ന് ഉദ്ധരിച്ചതായിട്ട്. ഇത് ഇതുവരെ നമ്മൾ കേൾക്കാത്ത ഹദീസിൻ്റെ രീതിയാണ് കേട്ടോ. ഇതുവരെ നമ്മൾ കേട്ടത് സമീഅത്തു റസൂലുള്ളാഹി, അല്ലെങ്കിൽ ഖാല റസൂലുള്ളാഹി, അല്ലെങ്കിൽ റഅയ്തു റസൂലുള്ളാഹി ഒക്കെയാണ്. ഇവിടെ പറയണത് എന്താ? ഫീമാ യർവി അൻ റബ്ബിഹി തബാറക. അതെ, ബഹുമാന്യനായ ഉന്നതനായ തൻ്റെ റബ്ബിൽ നിന്ന് ഉദ്ധരിക്കുന്നതായിട്ട്. അപ്പോൾ സാധാരണ പറഞ്ഞ ഹദീസും ഇതും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് എന്നർത്ഥം, മനസ്സിലായില്ലേ? ഇത്തരം ഹദീസുകൾക്ക് പറയുക അൽ ഹദീസുൽ ഖുദ്സിയു എന്നാണ്, ഖുദ്സിയായ ഹദീസ്. അപ്പോൾ 2 തരം ഹദീസുണ്ട്. ഒന്ന് ഹദീസുൻ നബവിയു, 2 ഹദീസുൽ ഖുദ്സിയു. നബവി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ നോക്കാം. നബി ഖുദ്സി എന്ന് പറഞ്ഞാലോ, ഖുദ്സി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലഫ്ലും ഇതിൻ്റെ മഅനയും വാക്കും ആശയവും അല്ലാഹുവിൽ നിന്നുള്ളതാണ്. മറ്റതോ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ആദ്യത്തെ ക്ലാസ്സിൽ. ആശയം അല്ലാഹുവിൽ നിന്നുള്ളതാണ്, വാക്കോ നബിയിൽ ആണ് വ്യത്യാസം. ഓക്കെ. ഫീമാ യർവി അൻ റബ്ബിഹി തബാറക വതആല ഖാൽ ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആത്ത്. അല്ലാഹു കതബ എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തി, നിർണയിച്ചു, കണക്കാക്കി, നിർബന്ധമാക്കി എന്നൊക്കെ കതബുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം, അവിടെ എന്താണ് നിർബന്ധമാക്കിയെന്ന്? കതബ അലാ നഫ്സിഹിർ റഹ്മ വേറെ സ്ഥലത്ത് ഖുർആനിലുണ്ട്, മനസ്സിലായില്ലേ? അപ്പം നിർണയിച്ചു, നിർബന്ധമാക്കി ഒക്കെ കതബയാണ്. ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആത്ത്, അല്ലാഹു നന്മയും തിന്മയും രേഖപ്പെടുത്തി അല്ലെങ്കിൽ നിർണയിച്ചു.
എന്താണ് നന്മ എന്താണ് തിന്മ എന്ന് വേറിട്ട് ഒരു ലിസ്റ്റ് ഉണ്ട് അള്ളാന്റെ അടുത്ത്. ഏതൊക്കെയാണ് തിന്മ ഏതൊക്കെയാണ് നന്മ. സുമ്മ ബയ്യന ദാലിക, എന്നിട്ട് അത് ബയാൻ ചെയ്തു, വിശദീകരിച്ചു. എന്തുകൊണ്ട് ഇത് നന്മ, എന്തുകൊണ്ട് ഇത്, അതാണ് ബയാൻ എന്ന് പറഞ്ഞത്. സുമ്മ ബയ്യന ദാലിക. ഫമൻ ഹമ്മ ബിഹസനത്തിൻ, ഫമൻ ഹമ്മ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ, ബിഹസനത്തിൻ ഒരു നന്മ, ഫലം യഅമൽഹ അതവൻ പ്രവർത്തിച്ചിട്ടില്ല. എന്തേ ചെയ്തിട്ടുള്ളൂ? ഉദ്ദേശിച്ചിട്ടുള്ളൂ, പ്രവർത്തിച്ചിട്ടില്ല. കതബഹല്ലാഹു തബാറക വതആല, അല്ലാഹു അത് രേഖപ്പെടുത്തും, ഇൻദഹു അല്ലാഹുവിന്റെ അടുത്ത്, ഹസനതൻ കാമില ഒരു പൂർണ്ണ നന്മയായി, ഒരു പൂർണ്ണ നന്മയായി രേഖപ്പെടുത്തും. ഒരാൾ നന്മ എന്ത് ചെയ്തു? ഹമ്മന ഉദ്ദേശിച്ചു, ചെയ്യണമെന്ന് വിചാരിച്ചു, അത്ര ഹസനത്തിന് ഒരു നന്മ. ഫലം യഅമൽഹ ചെയ്തിട്ടില്ല. കതബഹ അല്ലാഹു തബാറക വതആല ഇൻദഹു ഹസനതൻ കാമില, അത് അല്ലാഹു അവന്റെ പക്കൽ ഒരു പൂർണ്ണ നന്മയായി രേഖപ്പെടുത്തും. വഇൻ ഹമ്മ ബിഹാ, ഇനി അവൻ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ബിഹാ എന്ന് പറഞ്ഞാൽ ബിൽ ഹസനത്തി നന്മ ഉദ്ദേശിച്ചു, ഫഅമിലഹ അതെന്ത് ചെയ്തു? പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോഴോ കതബഹ അല്ലാഹ്, അപ്പോൾ അല്ലാഹു അവന് രേഖപ്പെടുത്തും, അശറ ഹസനാത്ത് 10 നന്മകളായി രേഖപ്പെടുത്തും. ഉദ്ദേശിച്ചപ്പോൾ 1 കിട്ടിക്കണ്, ചെയ്തപ്പോഴോ 10 പോരാ. അശറ ഹസനാത്ത് ഇലാ 700 ضعف, 10 പോരാ, 10 മുതൽ 700 700 ഇരട്ടി പോരാ. ഇലാ അദ്ആഫിൻ കസീറ, എത്രയോ ധാരാളം ഇരട്ടി. 700 അല്ല എന്നർത്ഥം, എത്രയോ ധാരാളം ഇരട്ടിയായി അള്ളാഹു രേഖപ്പെടുത്തും. മനസ്സിലായില്ലേ? വഇൻ ഹമ്മ ബിസയ്യിഅത്തിൻ, ഇനി ഒരാൾ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു. ഹമ്മ ബി ഹസനത്തിന്റെ നേരെ വിപരീത പദം. ഫലം യഅമൽഹ അത് ചെയ്തില്ല, തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു പക്ഷെ ചെയ്തില്ല. കതബഹ അല്ലാഹു അല്ലാഹു അതിനെ രേഖപ്പെടുത്തും, ഇൻദഹു അല്ലാഹുവിന്റെ അടുത്ത്, ഹസനതൻ കാമില ഒരു പൂർണ്ണ നന്മയായിട്ട്. എന്തുദ്ദേശിച്ച? തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു പക്ഷെ ഫലം യഅമൽഹ ചെയ്തില്ല എന്നതുകൊണ്ട് തന്നെ കതബഹ അല്ലാഹു ഇൻദഹു ഹസനതൻ കാമില. ഇനി വഇൻ ഹമ്മ ബിഹാ, അയാൾ അത് ചെയ്യാൻ ഉദ്ദേശിച്ചു, അതെന്ന് പറഞ്ഞാൽ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ഫഅമിലഹ എന്നിട്ടത് ചെയ്താലോ? അയ്വാ ഫഅമിലഹ അത് ചെയ്താൽ, കതബഹ അല്ലാഹു അല്ലാഹു അതിനെ രേഖപ്പെടുത്തും, സയ്യിഅത്തൻ വാഹിദ ഒരു തിന്മ ചെയ്യാൻ ആഗ്രഹിച്ചു, ഉദ്ദേശിച്ചു, ചെയ്താലോ സയ്യിഅത്തൻ വാഹിദ ഒരു തിന്മയായി രേഖപ്പെടുത്തും. മുത്തഫഖുൻ അലൈഹി. എന്താണ് വിഷയം? ഒന്നാമത്തെ വിഷയം, ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആത്ത്. എന്താ അള്ളാഹു രേഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ? അള്ളാഹ് നന്മയും തിന്മയും രേഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു നിർണയിച്ചു എന്ന് പറയാം, എന്താണ് നന്മ എന്താണ് തിന്മ എന്ന് നിർണയിച്ചു എന്ന് പറയാം. പക്ഷേ കുറച്ചും കൂടി വിശദമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു രേഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ കിതാബത്തു ദാലിക ഫിൽ ലൗഹിൽ മഹ്ഫൂദ്. അള്ളാഹുവിന് ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞൊരു രേഖ ഉണ്ട്, അതാണ് ഒറിജിനൽ രേഖ. അവിടെ അള്ളാഹു എന്ത് ചെയ്തു? രേഖപ്പെടുത്തി. ഏതുപോലെ? സൂറത്തു ഖമറിലെ 49-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നാ കുല്ല ശൈഇൻ ഖലഖ്നാഹു ബിഖദർ. എല്ലാറ്റിനെയും നാം സൃഷ്ടിച്ചത് കൃത്യമായ ഖദർ അനുസരിച്ച്, കണക്ക്. ആ കണക്ക് എവിടുന്ന് വരുന്നതാ? ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹുവിൻ്റെ രേഖയിലുള്ളതാണ് അത്. മനസ്സിലായില്ലേ? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സയ്യിആത്തും ഹസനാത്തും എവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്? ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടോ ഏതാണ് സയ്യിഅത്ത് ഏതാണ് ഹസനത്ത് എന്ന് അള്ളാഹുവിടെ മൂലരേഖയിൽ എഴുതി വെച്ചു. എന്നിട്ടോ ഇദാ അമിലഹൽ അബ്ദു, ഒരാളത് ചെയ്താൽ, ഒരടിമ അത് ചെയ്താൽ, ഫഇന്നല്ലാഹ തആല യക്തുബുഹാ ഹസ്ബമാ തഖ്തളി ഹിക്മതുഹു. അപ്പം എന്താ അള്ളാഹ് എഴുതി വെച്ചത് ലൗഹുൽ മഹ്ഫൂദിൽ?
ഒരു നന്മ ചെയ്താൽ അതിന് കൊടുക്കാവുന്ന പ്രതിഫലം, ഒരു തിന്മ ചെയ്താൽ അതിന് കൊടുക്കേണ്ട ശിക്ഷ. എന്നിട്ട് ഇവനിത് ചെയ്താൽ യക്തുബുഹ, അവന്റെ രേഖയിൽ അള്ളാഹു എഴുതും ഹസ്ബമാ തഖ്തളി ഹിക്മത്തുഹു, എത്രയാണോ അതിന് അള്ളാഹുവിന്റെ ഹിക്മത്ത് അനുസരിച്ച് കൊടുക്കേണ്ടത് അത് അള്ളാഹു എഴുതും. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ നന്മക്ക് എല്ലാവർക്കും ഒരേ പ്രതിഫലമല്ല കിട്ടുക എന്നുള്ളത് അള്ളാഹു നിർണയിച്ചു വെച്ചിട്ടുണ്ട് എത്ര കൊടുക്കാം എന്നുള്ളത്. പക്ഷേ അത് കൊടുക്കൽ എന്തായിരിക്കും? ഓരോരുത്തരുടെയും അവരുടെ അമലിനനുസരിച്ചായിരിക്കും, അവരുടെ കൽബിനനുസരിച്ചായിരിക്കും, നിയത്തിനനുസരിച്ചായിരിക്കും. മനസ്സിലായി? ഇനി കിതാബത്ത് തന്നെ 2 തരം കിതാബത്തുണ്ട്. രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ തന്നെ 2 തരം രേഖപ്പെടുത്തും. ഒന്ന് കിതാബത്തുൻ സാബിഖ എന്ന് പറഞ്ഞു, മുൻകടന്ന എഴുത്ത്. ആ മുൻകടന്ന എഴുത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? അതിനാണ് നമ്മൾ ഖലാ ഖദർ എന്നൊക്കെ പറയും. അതിന്റെ പ്രത്യേകത എന്താ അറിയോ? ലാ യഅലമുഹ ഇല്ലല്ലാഹ്, അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. എന്താ എഴുതിയത് നമുക്കറിയില്ല. ലാ യഅലമുഹ ഇല്ലല്ലാഹ്. ഫകുല്ലു വാഹിദും മിന്നാ ലാ യഅലം മാദാ കതബല്ലാഹു ലഹു മിൻ ഖൈരിൻ ഔ ശർരിൻ ഹത്താ യഖഅ ദാലിക ശൈ. ഒരാൾക്കും അറിയില്ല അള്ളാഹു ഏത് വിഷയത്തിൽ എന്ത് നന്മയാണ് എന്ത് തിന്മയാണ് തനിക്ക് രേഖപ്പെടുത്തിയതെന്ന് അതിലെത്ര വരെ ആർക്കും അറിയില്ല. അറിയോ? ആർക്കും. അതാണ് എന്ത് കിതാബത്തുൻ സാബിഖ എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? മുൻകടന്ന എഴുത്ത്. രണ്ടാമത്തേത് കിതാബത്തുൻ ലാഹിഖ. കിതാബത്തുൻ ലാഹിഖ എന്ന് പറഞ്ഞാൽ എന്താ? അതാത് സമയത്തുള്ള എഴുത്ത്. അതാണ് രണ്ടാമത് പറഞ്ഞ എഴുത്ത്. ഏത്? അള്ളാഹു ആദ്യം എഴുതി എവിടെ? ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയ കിതാബത്തുൻ സാബിഖയാണ്. രണ്ടാമത് പറഞ്ഞ എഴുത്ത് കിതാബത്തുൻ ലാഹിഖ. ഒരാൾ നോക്കൂ, ഇദാ അമിലൽ ഇൻസാനുൽ അമൽ, ഒരു മനുഷ്യൻ ഒരു അമൽ ചെയ്തു, കുതിബ ലഹു ഹസ്ബമാ തഖ്തളിഹിൽ ഹിക്മ. അപ്പൊ അതിന് കൊടുക്കാവുന്നത് എത്രയാണ് എന്ന് അള്ളാഹുവിന്റെ ഹിക്മത്ത് അനുസരിച്ച് അള്ളാഹു എന്ത് ചെയ്യും? അവന് ആ സമയത്ത് രേഖപ്പെടുത്തും. അവന്റെ ഏട്ടിൽ അപ്പോൾ എഴുതും, ഇവനൊരു 40% കൊടുക്കാം. മനസ്സിലായില്ലേ? അള്ളാഹു അതാണ് കിതാബത്തുൻ ലാഹിഖ എന്ന് പറഞ്ഞാൽ. സുമ്മ ബയ്യന ദാലിക, എന്നിട്ട് പിന്നത് ബയ്യന ദാലിക എന്ന് പറഞ്ഞല്ലോ, പിന്നീട് അള്ളാഹു അത് ബയാൻ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെയാണ്? സുമ്മ ബയ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈഫ യക്തുബു. പിന്നെ റസൂൽ ഇവിടെ വിശദീകരിച്ച് എങ്ങനെയാണത് കൊടുക്കുക എന്നുള്ളത്, എത്രയാണ് കൊടുക്കുക, എങ്ങനെയാണ് കൊടുക്കുക, അതിൻ്റെ രീതിയാണ് പറഞ്ഞത്. എന്ത്? ഇദാ ഹമ്മ ഫമൻ ഹമ്മ ബി ഹസനത്തിൻ, ആ രീതി പറഞ്ഞു കൊടുക്കുക. ഫമൻ ഹമ്മ ബി ഹസനത്തിൻ, ഒരാൾ ഒരു നന്മ ഉദ്ദേശിച്ചു, ഫലം യഅമൽഹ, അത് അയാൾ പ്രവർത്തിച്ചില്ലെങ്കിലും കതബഹ അല്ലാഹു ഹസനത്തുൻ കാമില, അവനൊരു പൂർണ്ണ നന്മയായത്. അപ്പം അള്ളാഹ് നോക്കിയത് എങ്ങട്ടാ? എന്തേ കാരണവശാൽ ചെയ്യാൻ പറ്റാതായിരിക്കും. നിയ്യത്തുണ്ടാവും, പക്ഷെ എന്ത് ചെയ്തില്ല, ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് നിയ്യത്ത് പ്രധാനമാണ്. അപ്പം ഉദാഹരണം പറയുന്നുണ്ട്, ഷെയ്ഖ് റജുലുൻ ഹമ്മ അൻ യതവദ്ദ അലി യഖ്റഅൽ ഖുർആൻ. ഒരാൾ ഖുർആൻ ഓതാൻ വേണ്ടി വുളു എടുക്കാൻ തീരുമാനിച്ചു, വുളു എടുക്കാൻ ഉദ്ദേശിച്ചു. സുമ്മ ലം യഫ്അൽ ദാലിക വഅദല അൻഹു, പിന്നെ മൂപ്പര് അത് ചെയ്തില്ല, ഖുർആൻ ഓതാനൊന്നും എന്ത് ചെയ്തില്ല, പോയില്ല. ഖുർആൻ ഓതാൻ വേണ്ടി ഉദ്ദേശിച്ചു, ആ സമയത്ത് വുളു ഇല്ലാന്ന് തോന്നി, അപ്പോൾ വുളു എടുത്ത് ഖുർആൻ ഓതുന്നതാണ് നല്ലത്. മനസ്സിലായില്ലേ? ഖുർആൻ ഓതുമ്പോൾ വുളു എടുക്കണതാണ് നല്ലത് എന്നുള്ള ആൾക്ക് വുളു എടുക്കാൻ പോയി, വുളു എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു, പക്ഷെ ചെയ്തില്ല, അതിന് മാറി നിന്നു. ഫഇന്നഹു യുക്തബു ലഹു ബിദാലിക ഹസനത്തുൻ കാമില. ആലോചിച്ച് നോക്കൂ, അതിന് പോലും അള്ളാഹു ഒരു സമ്പൂർണ്ണ നന്മ എന്താവും, അള്ളാഹു രേഖപ്പെടുത്തും. മിസാലുൻ ആഖർ, വേറെ ഉദാഹരണം, റജുലുൻ ഹമ്മ അൻ യതസദ്ദഖ, ഒരാൾ സദഖ ചെയ്യാൻ തീരുമാനിച്ചു. വഅയ്യനൽ മാൽ അല്ലദീ യുരീദു അൻ യതസദ്ദഖ ബിഹി, സദഖ ചെയ്യാനുള്ള പൈസ എത്രയെന്നും കൂടി അയാൾ കണക്കാക്കി, ഇത്ര കൊടുക്കണം എന്ന് തീരുമാനം. പക്ഷേ സുമ്മ അംസക, കൊടുത്തില്ല, വലം യതസദ്ദഖ, പിടിച്ചു വെച്ചു, കൊടുത്തില്ല. ഫയുക്തബു ലഹു ബിദാലിക ഹസനത്തുൻ കാമില, അതിനും അള്ളാഹു എന്ത് ചെയ്യും, ഒരു ഹസനത്ത് അവന് പരിപൂർണമായി കൊടുക്കും. പക്ഷെ അള്ളാഹ് നോക്കൂട്ടോ മനസ്സിക്ക്, എന്തിനാ പിടിച്ചു വെച്ചേ ഉദ്ദേശം. മനുഷ്യൻ അവിടെ റിയാവോ സുമാത്തോ ഷുഹറത്തോ ഒക്കെ വരുമോ എന്നുള്ളത് അള്ളാഹ് നോക്കും. ഓക്കെ. അതേമാതിരി വേറെ ഉദാഹരണം, ഒരാൾ ഹമ്മ യുസല്ലി റക്കാത്തൈൻ, 2 റക്കാത്ത് നിസ്കരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു. ഫംസക വലം യുസല്ലി, മുമ്പ് നിസ്കരിച്ചില്ല, നിസ്കരിക്കാതെ മാറിയെന്ന് ഉദ്ദേശിച്ചു. ഫഇന്നഹു യുക്തബു ലഹു ബിദാലിക ഹസനത്തുൻ കാമില, അതിനൊക്കെ എന്തുണ്ട്. അപ്പം എന്താ വെച്ചാൽ ഉദ്ദേശത്തിനാണ് ഇവിടെ എന്ത് പ്രതിഫലം, നന്മ കൊടുക്കണത്. നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ തന്നെ എന്തുണ്ട്, ഒരു നന്മ പരിപൂർണമായി പ്രതിഫലം കിട്ടും.
അപ്പോൾ വേണമെങ്കിൽ ഒരാൾക്ക് ചോദിക്കാം. ഷെയ്ഖ് പറയാ, ഒരാൾ ചോദിച്ചു എന്ന് വെക്കുക, കൈഫ യുക്തബലു ഹസനഹു വലം യഫ്അൽഹ, എങ്ങനെയാണ് അയാൾക്ക് നന്മ കൊടുക്കുക, അയാൾ ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടിയാണ് അവനോട് പറയേണ്ടത് ഇന്ന ഫദ്ലല്ലാഹി വാസിഅ, അല്ലാഹുവിൻ്റെ ഫദ്ൽ എന്ന് പറഞ്ഞാൽ വളരെ, ഹാദൽ ഹമ്മുല്ലദീ ഹദസ മിൻഹു യുഅ്തബറു ഹസന. മാഷാ അല്ലാഹ്, അപ്പം ഇത് വായിക്കുമ്പോൾ തന്നെ അർത്ഥം പറയാൻ തുടങ്ങി എല്ലാവരും. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മളെ ഈ ഷെയ്ഖിൻ്റെ ഷറഹ് വായിച്ച് തീരുമ്പോഴേക്കും എല്ലാവരും അറബി എന്താക്കും, മാഷാ അല്ലാഹ് പഠിക്കും. ഹാദൽ ഫദ്ലു വാസിഅ എന്ന് പറഞ്ഞപ്പോൾ വിശാലമാണെന്ന് പറഞ്ഞല്ലോ, മാഷാ. അപ്പൊ എന്താണ് മറുപടി? എന്താ? അൻ യുഖാല, അവനോട് പറയണം, ഇന്ന ഫദ്ലല്ലാഹി വാസിഉൻ ഹാദൽ ഹമ്മുല്ലദീ ഹദസ മിൻഹു യുഅ്തബറു ഹസന, അവന്റെ മനസ്സിൽ നിന്ന് വന്ന ആ വിചാരം പോലും എന്താണ്? കാരണം മൂമിനായ മനുഷ്യനാ, മൂമിനായ മനുഷ്യന്റെ അടുത്ത് നിന്ന് വരുന്നതൊക്കെ എന്താണ്? പ്രത്യേകിച്ച് നിയ്യത്ത് ഒക്കെ ഹസനത്തല്ലാത്തത് നമ്മളിരുന്ന് എന്ത് ചെയ്യാൻ പാടില്ല. നമ്മൾ നോക്കിയാൽ പോലും, ചിരിച്ചാൽ ഹസനത്ത്, നോക്കിയാൽ ഹസനത്ത്, ചുണ്ടലക്കിയാൽ ഹസനത്ത്, കയ്യ് പൊന്തിച്ചാൽ ആകെ ഹസനത്തേ ഉള്ളൂ. മുഅ്മിനിന്റെ പ്രത്യേകത. ലിഅന്നൽ ഖൽബ ഹമ്മാമുൻ ഇമ്മാ ബിഖൈരിൻ ഔ ബിശർരിൻ, കാരണം ഖൽബ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നന്മ അല്ലെങ്കിൽ തിന്മ ഉദ്ദേശിക്കുന്ന ഒരു സാധനമാണ്. ഹമ്മാമാണ് ഖൽബ്, ആണ് ഖൽബിന്റെ പ്രത്യേകത. മനസ്സിലായില്ലേ? അതുകൊണ്ട് അള്ളാഹു എല്ലാവരുടെ കൂടെയും ഒരു ഖരീൻ തന്നിട്ടുണ്ട്. ഒന്നല്ല, 2 ഖരീൻ. ഒന്ന് ഖരീനു സൂ, മറ്റ് ഖരീനുൽ ഹസൻ. 2 ഖരീൻ. ആ ഖരീനെ നമ്മൾ എങ്ങനെ വളർത്തണോ അങ്ങനെയാണ് നമ്മൾ വലുതാകുക. ഖരീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഒരു കൂട്ടുകാരനുണ്ട്, നമ്മുടെ മനസ്സിനകത്തൊരു കൂട്ടുകാരൻ, നമ്മളെ നിയന്ത്രിക്കുന്ന, നമ്മെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഖരീൻ. അതാ പറഞ്ഞത്. അതാണ് ശരിക്ക് ഖൽബിനകത്തുള്ള ഹമ്മാം. ആ ഹമ്മാം ഇമ്മാ ബി ഖൈരിൻ ഔ ബിശർ, ഒന്നുകിൽ നന്മ ചെയ്യാൻ അത് ഉപദേശിക്കും, അല്ലെങ്കിൽ തിന്മ ചെയ്യാൻ മതി. വഇദാ ഹമ്മ ബിൽ ഖൈരി ഫഹദി ഹസന, ഉദ്ദേശിച്ചാൽ തന്നെ എന്തായി? നന്മയായി. തുക്തബു ലഹു, അതവൻ രേഖപ്പെടുത്തും. ഫൈൻ അമിലഹ, അടുത്ത വാചക, ഒരാൾ ചെയ്താലോ കതബഹല്ലാഹു 10 ഹസനാത്ത്, ചുരുങ്ങിയതാണ്. എന്ത്? 10 എല്ലാവർക്കും ഉണ്ട്, ഉറപ്പാ, ഒരു സംശയം വേണ്ട. ചെയ്താൽ 10 1:10 ഉറപ്പുള്ളത്. പിന്നെ അത് എവിടെ എത്തും? അത് പൊന്തി അള്ളാന്റെ രേഖയിലുള്ളത് പൊന്തി 700 വരെ എത്തും. ചിലത് പറയാൻ കഴിയില്ല. അത് അയാളുടെ എന്തനുസരിച്ചായിരിക്കും? ഒക്കെ അതാവശ്യം, ഒക്കെ നിയ്യത്തനുസരിച്ചാണ് ഇതിൻ്റെ ഇത് കൂടെ. നിസ്കാരമായാലും, നിസ്കാരത്തെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, സദഖായാലും, എന്തായാലും ഒരു ചിരി പോലും അങ്ങനെ. എന്തിനാ ചിരിച്ചെന്ന? ചിരിച്ചതിൻ്റെ പിന്നിലുള്ള വിഷയമാണ് പ്രധാനം, മനസ്സാണെന്ത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ശരിയാക്കാതെ, നിയ്യത്ത് ശരിയാക്കാതെ ഒരിക്കലും നമ്മൾ എന്ത് അമൽ ചെയ്തിട്ടും അതന്നെയാണ് വലിയ പണിയും ഏറ്റവും വലിയ പ്രയാസമുള്ള പ്രവർത്തനം. മനസ്സിലായില്ലേ? ഇനി തിന്മൻ്റെ കാര്യം ആലോചിച്ച് നോക്കി. അമ്മ സയ്യിഅ, തിന്മയെ കുറിച്ച് അള്ളാഹ് എന്താ പറയുന്നത്? ഇത്രയൊന്നും വിശാലത തിന്മൻ്റെ കാര്യത്തിലില്ല. വഇൻ ഹമ്മ ബി സയ്യിഅത്തിൻ, ഒരാളൊരു തിന്മ ഉദ്ദേശിച്ചു, ഫലം യഅമൽഹ, അത് ചെയ്തിട്ടില്ല എങ്കിൽ കതബഹല്ലാഹു ഹസനത്തൻ കാമില, അള്ളാഹു അവനതൊരു വലിയ സംഭവമാട്ടോ. ഏതാ ഈ ഫിലോസഫി? ഒരാൾ തെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, പക്ഷെ അയാൾ തെറ്റ് ചെയ്തില്ല, അതിനെന്തുണ്ട്? നന്മയുണ്ട്. അള്ളാഹ്ക്കല്ലാതെ പറയാൻ പറ്റുമോ ഇങ്ങനെ ഒരു ഫിലോസഫി? ഉദാഹരണം കേട്ടോ. റജുലുൻ ഹമ്മാൻ യസ്രിഖ, ഒരാൾ കളവ് നടത്താൻ ഉദ്ദേശിച്ചു, വലാകിൻ ദക്കറല്ലാഹ്, അങ്ങനെ എല്ലാം ഒത്തു വന്നപ്പോഴാണ് അള്ളാഹിനെ ഓർമ്മ വരുന്നത്. അപ്പോഴോ ഫഅദ്റകഹു ഖൗഫുല്ലാഹ്, അപ്പോൾ അയാളെ മനസ്സിൽ അള്ളാഹിനെ കുറിച്ചുള്ള ഖൗഫ് വന്നു. ഫതറക സരിഖ, അയാളപ്പോൾ കളവ് ഒഴിവാക്കി. ഫഇന്നഹു യുക്തബു ബിദാലിക ഹസനത്തൻ കാമില, കള്ളൻ എന്ത് കിട്ടും? കൂലി കിട്ടും, ഹസനത്ത് കിട്ടും. കാരണം എന്താ? ലിഅന്നഹു തറക ഫിഅലൽ മഅസിയ ലില്ലാഹ്, കാരണം അയാൾ ആ തെറ്റ് ചെയ്യുന്നതിനെ ഒഴിവാക്കിയത് അള്ളാഹുവിന് വേണ്ടിയാ, അല്ലാതെ മനുഷ്യന്മാർ വന്നപ്പോൾ ഒഴിവാക്കിയത് കൂട്ടൂലട്ടോ. ആൾക്കാർ കണ്ടപ്പോൾ ഒഴിവാക്കിയ എഴുതി പെട്ടൂല, അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കി. ഫൗസിബ അലാ ദാലിക്, അതിനാണ് എന്ത് കിട്ടിയത്? സവാബ് കിട്ടിയത്. കമാ ജാഅ ദാലിക
മുഫസ്സിറൻ ഫി ലഫ്ലിൻ ആഖർ, വേറെ ഈ ഹദീസിന്റെ തന്നെ വേറെ ലഫ്ലിൽ വന്നിട്ടുണ്ട്, ഇന്നമാ തറക്കഹ മിൻ ജറായ. അല്ലാഹ് പറയുന്നുണ്ട് ഇന്നമാ തറക്കഹ, അവനത് ഉപേക്ഷിച്ചു, മിൻ ജറായ ഐ മിൻ അജലി, എനിക്ക് വേണ്ടി ഉപേക്ഷിച്ചു. അള്ളാഹ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? അള്ളാഹിനെ പറ്റിയുള്ള ഖൗഫിന് വന്ന് അങ്ങനെ ഉപേക്ഷിച്ചു. അല്ലെങ്കിൽ ഹമ്മാൻ യഫാല മുൻകറൻ, ഒരാളൊരു മുൻകർ ചെയ്യാൻ ഉദ്ദേശിച്ചു, കല്ല ഗീബത്ത് പോലെ, ഒരാളെ കുറിച്ചൊന്ന് ഗീബത്ത് പറഞ്ഞാലോ ഒന്നും അങ്ങനെ ആലോചിച്ച് രസമാണല്ലോ. വലാകിന്നഹു ദക്കറ, പക്ഷെ അപ്പോഴാണ് അവൻ ഓർത്തത്, അന്ന ഹാദാ മുഹറമുൻ, അത് ഹറാമാണല്ലോ, പറയാൻ പാടില്ലല്ലോ നമുക്ക്. ഫതറക്കഹു ലില്ലാഹ് ഫഇന്നഹു യുഅതാ അലാ ദാലിക ഹസനതൻ കാമില, അള്ളാഹു അതിന് പൂർണ്ണമായ ഒരു ഹസനത്ത് എന്ത് ചെയ്യും? കൊടുക്കും. ഇനിയോ വഇൻ അമില സയ്യിഅ, ഇനി അത് ചെയ്തു നിൽക്കുക, ഒരു തിന്മ ഒരാൾ ഉദ്ദേശിച്ചു ചെയ്താലോ, കതബത്ഹു സയ്യിഅതൻ, 10 എണ്ണല്ല, 1 ഉള്ളൂ. ഒരു തെറ്റ് ചെയ്താൽ 1:1 ഉള്ളൂ. മറ്റത് ചുരുങ്ങിയത് 1:, എന്താണ്, 10 വ്യത്യാസം ഭയങ്കര. ലാ തസീദ്, കൂട്ടൂല. സൂറത്തുൽ അൻആമിലെ 160-ാമത്തെ ആയത്തിൽ ഈ വിഷയം തന്നെ പറയുന്നുണ്ട്. അൻആമിലെ 160-ാമത്തെ ആയത്ത്, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ, ഒരാൾ ഒരു നന്മ ചെയ്താൽ അയാൾക്ക് 10 ഇരട്ടി പ്രതിഫലമുണ്ട്, ഉറപ്പുള്ളതായി പറഞ്ഞത്. മനസ്സിലായില്ലേ? വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ, ഒരാൾ തിന്മ ചെയ്താലോ അത്ര, ഒരു തിന്മ ചെയ്താൽ ഒരു ശിക്ഷ. ഫലാ യുജ്സാ ഇല്ലാ വഹും ലാ യുളമൂൻ, ഒരിക്കലും അവർ ആക്രമിക്കപ്പെടുകയില്ല. അള്ളാഹിൻ്റെ അടുത്ത് എന്തുണ്ടാവില്ല? അക്രമം ഉണ്ടാവുകയില്ല. ചുരുക്കത്തിൽ ഈ ഹദീസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു എങ്ങോട്ടാ നോക്കണത്? പരിഗണിക്കണത് എന്താ? നിയ്യത്താണ് എന്നർത്ഥം. അതാണ് നമ്മുടെ വിഷയം, നമ്മുടെ അധ്യായം അതാണല്ലോ. അള്ളാഹു നിയ്യത്താണ് എന്ത് ചെയ്യണത്? പരിഗണിക്കണത്. മനസ്സിലായില്ലേ? ശേഖ് അവസാനിപ്പിക്കണം ഒരു വിഷയം കൂടി പറഞ്ഞിട്ട്, സബഖലന അന്നൽ ഇൻസാന ഇദാ നവ ശർറ വഅമിലൽ അമല അല്ലദീ യൂസിലു ഇല ശർരി വലാകിന്നഹു അജിസ അൻഹു ഫഇന്നഹു യുക്തബു അലൈഹി ഇസ്മുൽ ഫാഇൽ. നമ്മളടുത്ത് നേരത്തെ കഴിഞ്ഞ ആഴ്ച പഠിച്ച ഹദീസിൽ ഒരു കാര്യം, ആ കാര്യം ഇവിടെ ഒന്ന് ഉണർത്തുകയാണ് ഷെയ്ഖ്. എന്താ? നേരത്തെ നമ്മൾക്ക് കഴിഞ്ഞു പോയി, ഒരാൾ ഒരു നന്മ ഒരു തിന്മ ചെയ്യാൻ നിയ്യത്ത് ചെയ്തു. അമിലൽ അമൽ അല്ലദീ യൂസിലു ഇല ശർരി, ആ തിന്മയിലേക്ക് എത്തണ പണിയും അയാൾ ചെയ്തു. തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അതിലേക്ക് എത്തണ പണി. വലാകിന്നഹു അജസ അൻഹു, പക്ഷേ മൂപ്പരത് പൂർത്തിയാക്കാൻ ദുർബലനായി. ഒരാൾ കളവ് ഉദ്ദേശിച്ചു, കക്കാൻ ഉദ്ദേശിച്ചു, കക്കാൻ വേണ്ടി പോയി, ഒക്കെ ചെയ്തു, പക്ഷേ സംഗതി നടന്നില്ല എന്നർത്ഥം, വിജയിച്ചില്ല. അല്ലാതെ അള്ളാനെ കേട്ട് അള്ളാഹ് കാണുമെന്ന് വിചാരിച്ച് പേടിച്ചല്ല, വിജയിച്ചില്ല. അങ്ങനെയാണെങ്കിലോ ഫഇന്നഹു യുക്തബു അലൈഹി ഇസ്മുൽ ഫാഇലി, അങ്ങനെയുള്ള ആൾക്ക് ചെയ്തവൻ്റെ കുറ്റം രേഖപ്പെടും. അവിടെ വിഷയം എന്താ? ചെയ്തവൻ്റെ കുറ്റം അവനുണ്ട്. ഏതുപോലെ നമ്മൾ കഴിഞ്ഞ ഹദീസിൽ പറഞ്ഞില്ലേ, ഇദൽ തഖൽ മുസ്ലിമാനി ബിസൈഫൈഹിമാ അൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ എന്ന് പറഞ്ഞല്ലോ. 2 ആൾക്കാർ വാളുകൊണ്ട് ഏറ്റുമുട്ടിയാൽ കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. സാഹിബി ചോദിച്ചല്ലോ, എന്താ റസൂലെ മനസ്സിലായി? കൊന്നോൻ നരകത്ത് പോകണം, പക്ഷെ കൊല്ലപ്പെട്ടവനോ എന്ന്. അപ്പം എന്താ മറുപടി? ലിഅന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി, കാരണം അവൻ്റെ സുഹൃത്തിനെ കൊല്ലാൻ അവൻ ആഗ്രഹം, പക്ഷെ നടന്നില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ. അപ്പം ഒരാൾ തിന്മ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, പക്ഷേ ചില കാരണങ്ങളാൽ നടന്നില്ല, അത് ഇതിൽപ്പെടില്ല. അതിനെന്തുണ്ട്? ശിക്ഷ ഉണ്ടാവും. എന്നാൽ അള്ളാഹുവിനെ പേടിച്ച് മടങ്ങിയാലോ ശിക്ഷ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, എന്ത് കിട്ടും? ഹസനത്തുൻ കാമില കിട്ടും. അപ്പോൾ നോക്കി നിങ്ങൾ ആ നിയ്യത്തിൻ്റെ വലിപ്പം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ കാര്യം ഈ രൂപത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെപ്പോഴും മനസ്സിലാക്കുക, എല്ലാ പ്രാവശ്യവും ആവർത്തിക്കണം. എന്തിനാ വെച്ചാൽ നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് ആവർത്തിക്കണം, മറന്നു പോകുന്നുള്ളതുണ്ട്. നമ്മൾ നിയ്യത്ത് നമ്മളെപ്പോഴും ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കണം. വരുമ്പോഴും ബുധനാഴ്ച നേരം വെളുത്താൽ നമ്മൾ നിയ്യത്ത് ശുദ്ധിയാക്കണം. വേറൊന്നും ഉണ്ടാകാൻ പാടില്ല നമ്മളെ മനസ്സിൽ. ക്ലാസ്സിന് എന്തിനാ വരുന്നത് വെച്ചാൽ അള്ളാഹിൻ്റെ ദീൻ പഠിക്കാൻ, റസൂലുള്ളാഹിൻ്റെ ഹദീസ് കേൾക്കാൻ. എന്തിന്? അത് പഠിച്ച് മനസ്സിലാക്കി എൻ്റെ ഹയാത്തിൽ, ജീവിതത്തിൽ ഉണ്ടാകാൻ, വജുഹുള്ളക്ക് വേണ്ടി എന്ത് ചെയ്യുക. അതിനപ്പുറമുള്ളൊരു നിയ്യത്ത് നമ്മളെ മനസ്സിൽ. സമയം കൊല്ലാനല്ല, എന്തെങ്കിലും കമ്പനിക്ക് വേണ്ടിയല്ല, ആരെയും കാണാൻ ഒന്നുമല്ല, മാത്രമായിരിക്കണം സമ്പൂർണ്ണമായി. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കേൾക്കുന്നത് റസൂലിൻ്റെ ഹദീസാണ്, നമ്മൾ തമ്മിലുള്ള സംസാരമല്ല.
അള്ളാഹു റസൂലിൻ്റെ സംസാരം കേൾക്കുക. അള്ളാഹു റസൂലിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അള്ളാഹു റസൂലിൻ്റെ സംസാരം കേൾക്കാൻ എന്ത് മധുരമായിരിക്കും. കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് രസമുണ്ടാവും. ഇത് കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെ രസം നമ്മൾ അനുഭവിക്കണം. എന്തോ ഒരു മധുരമാണ് റസൂലുള്ളാഹിൻ്റെ ഈ സംസാരങ്ങൾക്ക്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഈ ഹദീസുകൾ ഇങ്ങനെ വായിക്കുമ്പം റസൂലുള്ളാഹി നമ്മളോട് പറയണത് ഇങ്ങനെ ഫീൽ ചെയ്യണം നമുക്ക്. അങ്ങനെ തന്നെയാണ് റസൂലുള്ളാഹി പറയണ മാതിരി നമുക്ക് എന്ത് ചെയ്യണം. ഇപ്പോൾ ഇബ്നു അബ്ബാസിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇബ്നു അബ്ബാസ് ഇങ്ങനെ നമ്മളെ ഇടയിലുള്ള മാതിരി നമുക്ക് എന്താണ് അനുഭവപ്പെടും. അപ്പോഴേ നമുക്കിതിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റും. കൂടെ ജീവിച്ചെങ്കിലേ നമ്മളിതിൽ നിലനിൽക്കുള്ളൂ. ശൈത്താൻ എപ്പോഴും ഈ ചീത്ത കൂട്ടുകാരൻ നമ്മളെ കൂടെ ഉണ്ടല്ലോ. ശൈത്താൻ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ട്. ഇന്ന ശൈത്താൻ എജിരീമിൻ ഇബ്നി ആദമ മജ്റദ്ദം. രക്തത്തിലൂടെ ആരുണ്ട്? ശൈത്താനുണ്ട്. കാരണം അള്ളാഹ് സൗകര്യം ചെയ്തു കൊടുത്താൽ നമ്മളെവിടെ എത്തുമെന്ന് നോക്കാൻ വേണ്ടി. എന്നിട്ട് അങ്ങനെ സ്ഫുടം ചെയ്തതിനെയാണ് അള്ളാഹ്ക്ക് എങ്ങോട്ട് വേണ്ടത്? സ്വർഗത്തേക്ക് വേണ്ടത്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ശൈത്താൻ പല കോലത്തിലും നമ്മളെടുത്ത് വരും. ഇത് മുടക്കാൻ വരും, സ്വിപ്പാക്കാൻ വരും, ഉള്ളതിൽ മുടക്കാൻ വരും, നമ്മുടെ നിയ്യത്തിനെ വൃത്തികേടാക്കാൻ വരും. അപ്പം ശരിക്കും ശ്രദ്ധിക്കണം. ആ ഒരു നിയ്യത്തിനായിരിക്കും നമുക്ക് അള്ളാഹു കൂലി തരും. നമ്മളിപ്പോൾ ക്ലാസ്സിന് വരില്ല അല്ലാതെ ഇല്ല അമൽ. നേരെ മറിച്ച് ആ ക്ലാസ്സിന് വരുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള നിയ്യത്തിനാണ് എന്ത് ഖനുണ്ടാവുക. അത് വെച്ചാണ് നമ്മൾ അള്ളാഹിനോട് ചോദിക്കേണ്ടത്. അള്ളാഹുവെ, പരിപൂർണമായ സമ്പൂർണമായ വജഹുള്ള മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനിതിന് വന്നത്. അതുകൊണ്ട് റബ്ബേ, എൻ്റെ മനസ്സിലുള്ള ഇന്നാഗ്രഹം പൂർത്തിയാക്കി തരണേ നമുക്ക് ചോദിക്കാം. നമ്മുടെ നിയ്യത്ത് എന്താണെങ്കിൽ, ശുദ്ധമാണെങ്കിൽ. മനസ്സിലായില്ലേ? അള്ളാഹു നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളും നമ്മൾ പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. നമ്മളിലുള്ള രോഗികൾക്ക് അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും മക്കളുടെയും ഒക്കെ ജീവിതത്തിൽ അള്ളാഹു കൂടുതൽ ബർക്കത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ നിയ്യത്തിൽ വല്ല വീഴ്ചയും വല്ല കുറവും വന്നിട്ടെങ്കിൽ ഞങ്ങൾക്ക് നീ അത് നികത്തി തരണമേ. നല്ല ഇഖ്ലാസുള്ള നിയ്യത്തിൻ്റെ ഉടമകളാകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ.